പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ഇപ്രകാരം ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ബൈബിൾ ക്ലാസ് നടക്കേണ്ട ദിവസമാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയ ദൈവദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസ് താൻ ചില മീറ്റിങ്ങുകളുടെ ബന്ധത്തിൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇപ്രകാരം ഒരു ചേഞ്ച് ആവശ്യമായി വന്നത്. എന്നാൽ അതിനു പകരം നമ്മൾ പല പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടെങ്കിലും തക്ക യോഗ്യരായ ഒരു ദൈവദാസന്മാരെ ക്ലാസ് എടുക്കുവാൻ ലഭിക്കാഞ്ഞത് കൊണ്ട് ഇന്ന് നമ്മൾ ചാപ്പൽ സർവീസായി നടത്തുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇതിനു പകരമായി ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ശനിയാഴ്ച ദൈവം സഹായിച്ചാൽ വളരെ അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ BP ഫിലിപ്പ് അദ്ദേഹം ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. സാറ്റർഡേയിൽ നമ്മുടെ ഇൻസ്റ്റെഡ് ഓഫ് ചാപ്പൽ സർവീസ് സാറ്റർഡേയിൽ നമുക്ക് റെഗുലർ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇച്ചിരി ഏർലിയാണ്. പല പ്രിയപ്പെട്ടവർക്കും കോട്ടേജ് മീറ്റിങ്ങും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയുവാനിടയായി തീർന്നു. എങ്കിലും ഇന്ന് രാത്രിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് ആരംഭിക്കാം. ഇന്ന് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിപ്പാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യങ്ങളിലൂടെ ദൈവവചനങ്ങളിലൂടെ ഒക്കെ നമ്മളോട് സംസാരിപ്പാൻ ദൈവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ ഡാളസിൽ നിന്ന് പ്രിയ ജേക്കബ് അച്ചായ പ്രാർത്ഥിച്ച് ആരംഭിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹപ്പെട്ട ദിവസത്തിന്റെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ചാപ്പൽ സർവീസായിട്ട് ഇന്ന് പൽക്കാലം കർത്താവെ കൂടി വരാൻ ഒരിക്കൽ നല്ല സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇങ്ങനെ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജായിട്ട് അനേകർക്ക് പഠിക്കുവാനും ദൈവത്തിന്റെ വചനത്തില് കർത്താവെ ഒരുക്കുന്ന നല്ല സാവകാശങ്ങൾക്കായിട്ട് പാട്ട് പാടുവാന് സാക്ഷ്യം പറയുവാനൊക്കെ തരുന്ന നല്ല സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ സമയത്ത് നേതൃത്വം കർത്താവിന്റെ ദാസൻ ഷാജി പാസിന് വേണ്ടി, കർത്താവിന്റെ ദാസൻ ലാലു പാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസങ്ങൾ അവർക്ക് കൊടുക്കുന്ന ദർശന പ്രകാരം കർത്താവ് ഇത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് അനുഗ്രഹമായിട്ട് ഉടപ്പാണ്ടി ആക്കണമേ. പ്രത്യേകിച്ച് ഇതിൽ പഠിപ്പിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. കഴിയുന്ന ആളുകള് അത്ഭുതമായിട്ട് കർത്താവിന്റെ ദാസന്മാര് ദൈവത്തിന്റെ വചനം പഠിപ്പിപ്പാർന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലത്തെ ചാപ്പൽ സർവീസിന് ദൈവത്തിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കണമേ. ഇതിൽ കൂടിയൊരുക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. അനുഗ്രഹപ്പെട്ട പാട്ടുകൾ പാടി കർത്താവ് ഖത്തറുള്ള ദൈവസഭയും ദൈവതാവെ അവരുടെ കോയറിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹപ്പെട്ട ഗാനങ്ങൾ പാടി സന്തോഷിപ്പാൻ കൃപ വരുവാനിടയാക്കണമേ. ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾപ്പാൻ ഇടയാക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. താവെ കൂട്ടിക്കൊള്ളുന്ന എല്ലാവർക്കായി സ്തോത്രം. ഇനി കൂടി ഒരാളുടെ തക്കസിനെ കൂട്ടിക്കൊള്ളണമേ. ഇത് ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് വിഷയമാക്കി തീർപ്പാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു അച്ചായ. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരണം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങള്, ദൈവവചന കേൾവി എല്ലാം തന്ന് കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മെ ഉണ്മയായി സഹായിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ മധ്യത്തിൽ പ്രിയ ഞങ്ങളുടെ സഭയുടെ കൊയർ അഗാപ്പെ ചർച്ച് ഖത്തർ കൊയർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരുമില്ല. ഇതിപ്പോൾ ഇവിടുത്തെ സമയം ഇച്ചിരി ഏർലി ആയതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരുമില്ല. എങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ കടന്നു വന്ന് ഇന്ന് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഉള്ള സാഹചര്യമുണ്ട്. പ്രത്യേകാൽ അവർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇപ്രകാരം പാടുവാൻ കാണിച്ച നല്ല സന്മനസ്സിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അഗാപ്പെ ചർച്ച് ഖത്തറിന് ഒരു അനുഗ്രഹിക്കപ്പെട്ട കൊയറുണ്ട്. അവരെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഏത് സമയത്തിനും കർത്താവിന് വേണ്ടി അവർക്ക് ലഭിച്ച കഴിവുകളൊക്കെ കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ദൈവം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് അവരിലൂടെ നമ്മളോട് പാട്ടുകൾ പാടി സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം അറിയിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. പ്രത്യേകിച്ച് ഈ സൂമിൽ കൂടെ പാടുമ്പോൾ പലപ്പോഴും പല ഡിസ്റ്റർബൻസും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ സൂം ഞങ്ങൾ അത്ര ഇതിലെ ടെക്നോളജിയിൽ അത്ര പോരാ. എങ്കിലും ഇന്ന് രാത്രിയിലുള്ള സൗകര്യത്തിൽ ദൈവാത്മാവ് അവരിലൂടെ പ്രവർത്തിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. പ്രിയ റെനി ഡാനിയൽ, സോൺസ്, ജെൻസി,
പ്രിയ ഷാരൻ, പ്രിയ സവിത, ഇവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അവർ ഗാനങ്ങൾ പാടി സ്തോത്രം. പ്രിയ ഡോണയും ഉണ്ടെന്ന് തോന്നുന്നു. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് നമുക്ക് പാടി ആ പ്രിയ കൊയറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ചില പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനുള്ള സാഹചര്യത്തിനായി അവരെ ക്ഷണിക്കുന്നു. എന്റെ കീബോർഡിസ്റ്റ് പ്രിയ ജോയൽ, അവരെല്ലാം ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ വിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഗപ്പെ ചർച്ചിൻ്റെ ഈ ചാപ്പൽ സർവീസിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ നല്ലവരായ ഹല്ലേലൂയ ദൈവജനങ്ങൾക്കും പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, അധ്യാപകർ, പാസ്റ്റേഴ്സ് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമുക്കിന്ന് സന്ധ്യാസമയം ദൈവത്തെ പാട്ടുകൾ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതികൾക്ക് യോഗ്യനായ, പുകഴ്ചയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ആ കർത്താവിനെയാണ് നമ്മൾ ഹല്ലേലൂയ വാഴ്ത്തി സ്തുതിക്കുന്നത്. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ സവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകളെ ഓർത്ത് ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ദൈവത്തെ സ്തോത്രം ചെയ്യാം. എല്ലാ നാവും ഹല്ലേലൂയ ഇത് പാടി സ്തുതിച്ചാട്ട്. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധനാം യേശുവേ എന്ന് തുടങ്ങുന്ന പാട്ട് ഗാനം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ. സ്തോത്രയാകും അർപ്പിച്ചെന്നും വാഴ്ത്തി സ്തുതിച്ചിടുന്നേ. സ്തോത്രയാകും അർപ്പിച്ചെന്നും വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, യോ
സൗഖ്യം നൽകി സൗഖ്യദായകൻ യേശു ആടിപ്പീണരാൽ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥാ എത്ര മാധുര്യം ജീവിതത്തിൽ ആശ്രയം നീ എന്റെ നാഥാ എത്ര മാധുര്യം ജീവിതത്തിൽ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധനാമേശുവേ എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധനാമേശുവേ സ്തുതയാകും അർപ്പിച്ചെന്നും വാഴ്ത്തി സ്തുതിച്ചിടുന്നു സ്തോത്രയാകും അർപ്പിച്ചെന്നും വാഴ്ത്തി സ്തുതിച്ചിടുന്നു യോഗ്യൻ നീ യേശുവേ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ ചൂടേറിയ മരുഭൂമിയിൽ ഹല്ലേലൂയ തളർന്നു പോകാതെ വാടിപ്പോകാതെ നമ്മളെ താങ്ങി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഹല്ലേലൂയ. ആ കരങ്ങളിലാണ് നാം നിങ്ങളും ആയിരിക്കുന്നത്. തീർച്ചയായും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ ശക്തി, അഭിഷേകം, പുതുശക്തി നമ്മളിൽ ഹല്ലേലൂയ വ്യാപരിക്കണം. അതിനായിട്ട് അഭിഷേകത്തോടെ ശക്തിയോടുകൂടെ നമുക്ക് വീണ്ടും ഒരു പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിപ്പാൻ എന്ന് തുടങ്ങുന്ന ഗാനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉയർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ
ദേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാക്കിടും ഉണർന്നിടുക നീരുണക എഴുന്നേറ്റ് ശോഭിക്കുവാൻ ദേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാക്കിടും ഉണർന്നിടുക നീരുണക എഴുന്നേറ്റ് ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃതയാ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃതയാ കൃപയാലും നീ അഭിഷേകം ചെയ്യുക ശക്തിയാകെ വൻകോട്ടകൾ തകർത്തിടുവാൻ കൃപയാലും നീ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടാരാധിപ്പാൻ ശക്തിയാകെ വൻകോട്ടകൾ തകർത്തിടുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃപയാ ഹല്ലേലൂയ. നമുക്ക് ഒരു ഗാനം കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ശത്രു നമ്മളെ വീഴ്ത്തുവാൻ കെണിവെച്ചാലും തീർച്ചയായും നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ശത്രുവിൻ്റെ തല തകർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ ബലവാനാണ്. ഹല്ലേലൂയ നമുക്ക് സങ്കേതവും ബലവും കോട്ടയുമായിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പാടാം. ഹല്ലേലൂയ നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും ഒരു കാറ്റിനെ അവൻ ശാന്തമാകും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടും കാറ്റിനെ അവൻ ശാന്തമാകും. കടലോളങ്ങൾ കവനാവിനുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ കവനാവിനുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നിന്നെ വീഴ്ത്തുവാൻ ശക്തി കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ ആഗ്രഹിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശക്തി കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ ആഗ്രഹിക്കും. ബലവാനവൻ നമ്മെ പീഡിച്ചതിന ബലമേറും ഗോപുരമണിയാണ്. ബലവാനവൻ നമ്മെ പീഡിച്ചതിന ബലമേറും
ശക്തിയാൽ ജയം ലഭിച്ചതിനാ നന്മ പ്രാപിക്കും തിന്മ തോറുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല നന്മ പ്രാപിക്കും തിന്മ തോറുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല ഒരു ശാപവും നിന്നെ തൊടുകയില്ല ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല ഒരു ശാപവും നിന്നെ തൊടുകയില്ല ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല ഇരയാദികൾ ജനമെന്നിരക്ക അഭിഷേകത്തിൽ തന കൂട്ടൊരുക്കും ഇരയാദികൾ ജനമെന്നിരക്ക അഭിഷേകത്തിൽ തന കൂട്ടൊരുക്കും നായകൻ നിന്നെ കാലം വിളിച്ചും ശക്തിയാലും വിളിക്കും നായകൻ നിന്നെ കാലം വിളിക്കും ശക്തിയാലും വിളിക്കും നന്മ പ്രാപിക്കും തിന്മ തോടുകയില്ല നിന്റെ യാത്രയിൽ ജയം വരികയില്ല നന്മ പ്രാപിക്കും തിന്മ തോടുകയില്ല നിന്റെ യാത്രയിൽ ജയം വരികയില്ല സർവ്വതിന്മയും കളമായി പറയും നിന്റെ പേർ മരിക്കുവാൻ ശ്രമിക്കും സർവ്വതിന്മയും കളമായി പറയും നിന്റെ പേർ മരിക്കുവാൻ ശ്രമിക്കും പട്ടനാമം തലമുറ തലമുറയ എന്നേക്കുമോർമ്മയിൽ നിലനിന്നിടും പട്ടനാമം തലമുറ തലമുറയ എന്നേക്കുമോർമ്മയിൽ നിലനിന്നിടും ശത്രുവിന്റെ പേരിനി ഓർക്കയില്ല അവൻ ഇന്ന സ്ഥലമിനി കാണുകയില്ല ശത്രുവിന്റെ പേരിനി ഓർക്കയില്ല അവൻ ഇന്ന സ്ഥലമിനി കാണുകയില്ല നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ജയം വരികയില്ല നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ജയം വരികയില്ല കാണനെ ശത്രു തൊടുകയില്ല ശിവഭാണ്ഡത്തിൽ അനുഭവമേ നിന്റെ കാണനെ ശത്രു തൊടുകയില്ല ശിവഭാണ്ഡത്തിൽ അനുഭവമേ നിന്റെ ന്യായം മറക്കുവാൻ കഴിയുകയില്ല നിന്റെ നീതി പ്രഭാതം പൊന്നിളങ്ങി വരും നിന്റെ ന്യായം മറക്കുവാൻ കഴിയുകയില്ല നിന്റെ നീതി പ്രഭാതം പൊന്നിളങ്ങി വരും സദോടി ഒളിച്ചേരുന്ന നീയാകിൽ നീ സമഭാവിച്ചിടും സദോടി ഒളിച്ചേരുന്ന നീയാകിൽ നീ സമഭാവിച്ചിടും നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ജയം വരികയില്ല നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ജയം വരികയില്ല നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും കടലോളങ്ങൾ കടലാതിരുവയ്ക്കും കടലിൽ നിന്നോടൊപ്പം അധിവസിക്കും കടലോളങ്ങൾ കടലാതിരുവയ്ക്കും കടലിൽ നിന്നോടൊപ്പം അധിവസിക്കും നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ജയം വരികയില്ല നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ജയം വരികയില്ല Praise the Lord. ജീസസ് ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന ദൈവദാസനോടും അകപ്പേ ചർച്ചിലെ എല്ലാ കുടുംബങ്ങളോടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ലോർഡ്. വളരെ സന്തോഷം, വളരെ താങ്ക്സ്. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അവർ ഈ സമയത്ത് കടന്നു വന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി ഹല്ലേലൂയ ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. പ്രത്യേക കൊയറിനെ ദൈവം സഹായിക്കട്ടെ. അതിന്റെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും ദൈവം അനുഗ്രഹിക്കുകയും നടത്തുകയും ചെയ്യേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം.
തുടർന്നുള്ള നമ്മുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമ്മളെല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ ചുരുക്കം പേരായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവവചനം പങ്കുവയ്ക്കുവാൻ ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം സഹായിക്കേണ്ടതിന്, ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കേണ്ടതിന്, നല്ല സാക്ഷ്യങ്ങൾ, നല്ല അലലിയ വചന കേൾവി, നല്ല എല്ലാം തന്ന് കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകാൽ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്ത പാട്ടുപാടിയ ആ പ്രിയ സഹോദരങ്ങളെ ദൈവം സഹായിക്കേണ്ടതിന്, ആ ക്വയർ ടീമിനെ, ഇൻസ്ട്രുമെന്റ് വായിച്ചവരെ, സൗണ്ട് ചെയ്തവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ലോർഡ്. പ്രിയ സിസ്റ്റർ ആശ ആന്റി പ്രാർത്ഥിച്ചാട്ട്, ആശ ബത്തേൽ ബാംഗ്ലൂർ പ്രാർത്ഥനയിൽ സഹായിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കരുണയുള്ള നമ്പുരാനെ, പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ അപ്പച്ച, തിരുനാമത്തെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്ന അപ്പച്ച, ഈ സന്ധ്യായാമത്തിൽ ഞങ്ങൾ വീണ്ടും ചാപ്പൽ സർവീസുമായി കടന്നു വരിക കർത്താവ്. ഈ ആഴ്ച ദൈവം കരുതിയെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. തന്റെ അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലാലു പാസ്റ്ററായി സ്തോത്രം, ഷാജി പാസ്റ്ററായി സ്തോത്രം. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല പാട്ടുകൾ പാടിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അവർ നല്ല പാട്ടുകൾ അനേക സ്റ്റേജുകളിൽ പാടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണം കർത്താവെ. ദൈവത്തിന്റെ സാന്നിധ്യം ആദ്യം മുതൽ അവസാനമേ പരിശുദ്ധാത്മാവെ അങ്ങ് നിയന്ത്രിക്കണമേ. ബുദ്ധിയിലല്ല, ജ്ഞാനത്തിലല്ല കർത്താവെ. നിന്റെ ഹിതമല്ലാത്ത ഒന്നും ഇതിൽ കടന്നു വരുവാൻ ദൈവം സമ്മതിക്കല്ല. ഇന്ന് ഹല്ലേലൂയ അനേക സാക്ഷ്യങ്ങളുമായി കടന്നു വരുന്ന ദൈവത്തിന്റെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഞങ്ങളെ ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ ഈ ക്ലാസ്സിലെ ഞങ്ങളുടെ അധ്യാപകരെ എല്ലാം ഈ സമയം ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. യേശുപിച്ച പഠിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിശേഷ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. വീണ്ടും ഞങ്ങൾ ഹല്ലേലൂയ അപ്പന്റെ തൃപ്പാദത്തിലേക്ക് യാമത്തിൽ ഇരിക്കുക കർത്താവെ. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ദൈവ സാന്നിധ്യം ഇറങ്ങി വരണം കർത്താവെ. ദൈവം ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഇന്ന് നല്ല പാട്ടുകൾ കേൾപ്പാനും നല്ല സാക്ഷ്യങ്ങൾ കേൾപ്പാനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ട ലാലു പാസ്റ്ററിനെ ലീഡ് ചെയ്യാൻ സഹായിക്കുന്നതിനായി സ്തോത്രം. അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ആന്റി. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകാൽ ഇത്രത്തോളം ഗാനങ്ങൾ കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ, ഒരുമിച്ച് പാടി ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. നിങ്ങൾ ഞങ്ങളുടെ കൊയറിനെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവഹിതമായാൽ അടുത്ത ആഴ്ച അനുഗ്രഹീതമായ ഒരു കൺവെൻഷൻ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജിമോൻ തങ്കച്ചൻ കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊയർ ആയിട്ട് പ്രിയ ജെയിംസ് ജോൺ തോന്നിയാമല അദ്ദേഹവും കടന്നു വരുന്നുണ്ട്. ദൈവം സഹായിച്ചാൽ 4-ാം തീയതി മുതൽ ഒരാഴ്ചത്തെ മീറ്റിംഗ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി കൊയർ ഇപ്പോൾ ചർച്ചിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം പ്രാർത്ഥിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. അതാണ് ഞങ്ങളുടെ ബലം. ഈ ദേശത്തൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകിച്ച് വളരെ പ്രതിസന്ധിയിലൂടെയാണ് ഈ ദേശങ്ങളൊക്കെ കടന്നു പോകുന്നത്. എങ്കിലും കർത്താവ് ഞങ്ങളെ സഭയായി ഒക്കെ ഇത്രത്തോളം നിലനിർത്തിയിരിക്കുന്നല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വീണ്ടും ഒരു ദൈവദാസൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ച എല്ലാ സഹകരണത്തിനും സപ്പോർട്ടിനുമായിട്ട് സ്തോത്രം. പ്രൈസ് അലോൺ. തുടർന്ന് നമുക്ക് നമ്മോടൊപ്പം സിസ്റ്റർ ആനി പോൾ അയർലൻഡിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായി കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി പേരെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കർത്താവിന്റെ ദാസിയാണ്. താനെ വളരെ മനോഹരമായി ദൈവവചനം ശുശ്രൂഷിക്കുകയും ദൈവവേലയിൽ വളരെ വ്യാപൃതനായി ചെയ്യുന്ന ഒരു കുടുംബമാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ തുടർമാനമായി നടത്തുന്ന ചില സൂം മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. എപ്പോഴും ബിസിയാണ്. എങ്കിലും ഇന്ന് രാത്രി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ സന്തോഷമുണ്ട്. തുടർന്ന് ചില മിനിറ്റുകൾ താൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുകയും തന്റെ സാക്ഷ്യങ്ങൾ പ്രബോധിപ്പിക്കുകയും ചെയ്യും. അതിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. സിസ്റ്റർ ആനി പോൾ, പ്ലീസ്. സ്തോത്രം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം അഗാപ്പ ബൈബിൾ ഓൺലൈൻ കോളേജിൽ നിന്നും സ്തോത്രം അതിന്റെ നേതൃത്വമായി നിൽക്കുന്ന പാസ്റ്റർ ഷാജി സ്തോത്രം. തുടർമാനമായിട്ട് അക്ഷീണമായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ലാലു ജേക്കബ് ഇവരെ ഓർത്ത് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എന്നെ ഈ ഗ്രൂപ്പിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്ത്, ഈ ബൈബിൾ കോളേജിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മായയാണ്. മായ ഇവിടുത്തെ ഒരു ഓൾഡ് ബൈബിൾ സ്റ്റുഡന്റ് ആണ്. ആ പ്രിയ മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം സമയം തക്കത്തിന് ഉപയോഗിപ്പാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് തന്ന വചനങ്ങൾ അല്പമായി ഷെയർ ചെയ്തുകൊണ്ട് എന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേരാനി. വീഡിയോ ഒന്ന് ഓണാക്കിക്കേ ആന്റി, ഞങ്ങളൊന്ന് കാണട്ടെ. കാണുന്നില്ലേ വീഡിയോ? വീഡിയോ ഓണാക്ക്. കാണുന്നില്ല. വീഡിയോ കാണാം, കുഴപ്പമില്ല. ശരിക്കും കാണത്തില്ലെന്നേ ഉള്ളൂ. സ്തോത്രം.
സോറി. ഓക്കെ. ആമേൻ. ദൈവത്തിന് മഹത്വം. കാണാവോ ഇപ്പം? കാണാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ അയർലൻഡിന്റെ പ്രദേശത്ത് കുടുംബമായിട്ടായിരിക്കുന്നു. എനിക്ക് 2 മക്കള്, 2 പേരും വിവാഹിതരാണ്. മൂത്തവൾക്ക് 3 കുഞ്ഞുങ്ങളുമായി ആയിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി വ്യാപൃതരായിരിക്കുന്നു. ആമേൻ. ഇപ്രകാരം ഒരു ബൈബിൾ പഠിപ്പാൻ, ആമേൻ, നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ 8:30 ആയതുകൊണ്ട്, ഞങ്ങളുടെ സൂം മീറ്റിംഗ് ആ സമയത്തായതുകൊണ്ട് എനിക്ക് പലപ്പോഴും കടന്നു വരുവാൻ കഴിയുന്നില്ല. എന്നാൽ ആമേൻ, തുടർമാനമായിട്ടുള്ള യൂട്യൂബിൽ കൂടി ആമേൻ കേൾക്കുന്ന സന്ദേശങ്ങള് അല്പമെങ്കിലും ഞാൻ എൻ്റെ ആമേൻ സമയം അനുസരിച്ച് അത് സ്വായത്തമാക്കുവാൻ ശ്രമിക്കുന്നു. ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. ഇത്രത്തോളം എഫേർട്ട് എടുത്ത്, ഇത്രത്തോളം ആമേൻ സ്തോത്രം ഹല്ലേലൂയ സെൽഫ് ത്യജിച്ചുകൊണ്ട് ആമേൻ തങ്ങളുടെ സമയത്തെ മാറ്റിവെച്ച് ഈ പ്രവർത്തനം നടത്തുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വേഗത്തിൽ തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. ആമേൻ. സ്തോത്രം. ഒരു കാത്തലിക് കുടുംബത്തില് ജനിച്ചു വളർത്തപ്പെട്ട ഒരു ആമേൻ മാതാപിതാക്കൾക്ക് ആമേൻ 3ാമത്തെ മകളായി ജനിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ സ്കൂളുകളിൽ ഒക്കെ കോൺവെന്റ് സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചത്. കോളേജിലും പഠിച്ച കോൺവെന്റ് സ്കൂളിലായതുകൊണ്ട് കന്യാസ്ത്രീകളുമായിട്ടുള്ള ഒരു ഭയങ്കര ബന്ധവും മാതാവുമായിട്ടൊരു ആമേൻ ഒരടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ, അതായത് യേശുവിന്റെ തിരുഹൃദയമായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ആ ഹൃദയത്തോടായിരുന്നു അടുപ്പം. ആമേൻ. അങ്ങനെ ധ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ദേവദാസ് അച്ഛന്മാരായിരുന്നു കടന്നു വന്നിരുന്നത്. എന്നാൽ നമ്മുടെ നവോത്ഥാനത്തിന്റെ ഭാഗമായി ആമേൻ ഹല്ലേലൂയ കരിസ്മാറ്റിക് കടന്നു വന്നപ്പോൾ ദേവദാസന്മാർ, ഈ കടന്നു വരുന്ന അച്ഛന്മാരിലൊക്കെ അഭിഷേകം പ്രാപിച്ചവരായിരുന്നല്ലോ കടന്നു വന്ന്. അവരൊക്കെ തലയിൽ കൈവച്ച് പ്രാപിച്ച് ആമേൻ സ്തോത്രം. ആ സമയത്ത് തന്നെ 12ാം ക്ലാസ് കഴിഞ്ഞ് ആമേൻ നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ചു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ കരിസ്മാറ്റിക്കിലൊക്കെ ഭാഗഭാക്കായി അങ്ങനെ അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം എൻ്റെ വിവാഹം കഴിഞ്ഞു. ആമേൻ. നഴ്സിംഗ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് പൂനെയിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എഞ്ചിനീയറായിട്ട് പൂനെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മസ്കറ്റിലേക്ക്, സലാല എന്ന പ്രദേശത്തേക്ക് കടന്നു വരുവാനുള്ള ചാൻസ് കിട്ടി. ഒരു നഴ്സായിട്ട് ഞാൻ അവിടെ കടന്നു വന്നു. പ്രവർത്തിച്ച യൂണിറ്റിൽ ആമേൻ യൂണിറ്റ് ആയിരുന്നു. ആ യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഇൻചാർജ് എന്ന് പറയുന്ന ഒരു പെന്റക്കോസ്റ്റൽ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന സമയം മുതൽ എന്നെ ഇങ്ങനെ പുറകെ, നമുക്കറിയാമല്ലോ ഒരാളെ ഇര പിടിക്കുന്ന പോലെ അവരുടെ പുറകെ ദൈവവചനം പറഞ്ഞ് നമ്മളെ ഇങ്ങനെ സന്തോഷിപ്പിച്ചും ആമേൻ സ്തോത്രം കൂട്ടായ്മയ്ക്ക് വിളിച്ചും പാട്ടുകൾ പാടിയും ദൈവവചനം ഷെയർ ചെയ്തും എല്ലാം കർത്താവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതെന്റെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം പലപ്പോഴും എനിക്കത് അരോചകമായി തോന്നിയിട്ടുണ്ട്. കാരണം കുർബാനയ്ക്ക് പോകാൻ സമ്മതിക്കുന്നു, എനിക്ക് കുർബാനയ്ക്ക് പോകണം, പള്ളിയിൽ പോകണം, അതൊക്കെയായിരുന്നു നമ്മുടെ കാത്തലിക്കിന്റെ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം അതായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും, പി.ടി. മാസ്റ്റർ ഫ്രം തൃശ്ശൂർ കടന്നു വന്ന് അവിടെ മീറ്റിങ്ങിനായി കടന്നു വന്നപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോവുകയും ഞാൻ അവിടെ ചെന്ന് പാസ്റ്ററിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്, നിങ്ങൾ ഇവർക്ക് വേണ്ടി വിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ വിഷയം അറിയുന്നില്ല. എന്നാൽ തുടരെയായിട്ട് ദൈവവചനം കേൾക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. ഞാൻ അതിന് കടന്നു പോകും. ദൈവവചനം എൻ്റെ അമ്മൻ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അത് കത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിപ്പാനുള്ള ഒരു സാവകാശം എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞാനത് ചെയ്തു. എന്നാൽ അമേൻ സ്തോത്രം ഇതേപ്പറ്റി യാതൊരു അമേൻ അറിവുമില്ലാത്തവരാണ് എൻ്റെ 2 കുടുംബത്തിലുമുള്ളവർ. എൻ്റെ ഭർത്താവിന്റെ കുടുംബത്തിലുള്ളവരും കാത്തലിക്സ് ആണ്, എൻ്റെ കുടുംബത്തിലുള്ളവരും കാത്തലിക്സ് ആണ്. പപ്പയുടെ കുടുംബത്തില് ഭർത്താവിന്റെ കുടുംബത്തില് കുറേ അച്ഛന്മാരും കന്യാസികളും ഒക്കെ ആയിട്ട് മോൺസിങ്ങേഴ്സ് വരെയുള്ള ഒരു കുടുംബമായതുകൊണ്ട് പെന്തിക്കോസിനെ പറ്റി കേൾക്കുന്നത് തന്നെ അവരുടെ വിചാരം അന്നൊക്കെ താഴ്ന്ന ജാതിയിൽ നിന്നുള്ളവരാണ് പെന്തിക്കോസിലേക്ക് പോകുന്നതെന്ന് കരുതി അവർ ആ കാര്യങ്ങളൊക്കെ വളരെ പുച്ഛത്തോടെ കാണുന്ന ഒരു ദിനങ്ങളായിരുന്നു. ആമേൻ സ്തോത്രം. എന്നാല് ആമേൻ കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം, സ്നാനപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവാത്മാവിന്റെ ഉള്ളത്തിൽ ആ ആഗ്രഹം തന്നു. ആ ആഗ്രഹപ്രകാരം സ്നാനപ്പെടാനൊക്കെ ഞാൻ തീരുമാനിക്കുമ്പോൾ വീട്ടിലേക്ക് അറിയിക്കണമോ വേണ്ടയോ, അറിയിക്കാതെ ചെയ്താൽ അത് കുറ്റം, അറിയിച്ച് ചെയ്താൽ സമ്മതിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ വളരെ ആമേൻ പരിഭ്രാന്തിയോടെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പാ നീ എനിക്ക് അടയാളം തരണം, ഞാൻ സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ, സ്നാനം സത്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടയാള സഹിതം എന്നെ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആമേൻ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ
നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ സ്നാനപ്പെടേണ്ട കുളം, അമേൻ സ്തോത്രം, അന്ന് രാജു പാസ്റ്റർ ആയിരുന്നു മസ്കറ്റിലുണ്ടായിരുന്നത്. ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് ഇതൊക്കെ അനുഭവമായിട്ട് ഇങ്ങനെ ദൈവം കാണിച്ചു തന്നു. ഇങ്ങനെ സ്നാനപ്പെടുന്ന കുളം എന്നോടൊപ്പം സ്നാനപ്പെടുന്ന വേറൊരു വ്യക്തിയും കൂടെ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേര് ജലത്തിൽ സാക്ഷീകരിച്ചു. ഓഗസ്റ്റ് 25 91 അമേൻ സ്തോത്രം. അതിനുശേഷം നാട്ടിലേക്ക് കടന്നുപോയി. നാട്ടിലേക്ക് കടന്നു ചെന്ന് ഞാൻ സ്നാനപ്പെട്ടെന്ന് മാത്രം പറഞ്ഞു. പക്ഷെ എന്നെ കണ്ടാൽ സ്നാനപ്പെട്ട വ്യക്തിയാന്ന് തോന്നില്ല. ആഭരണമൊക്കെ ഊരി സ്നാനപ്പെട്ടെങ്കിലും അതെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് ഞാൻ സാധാരണഗതിയിൽ അങ്ങ് വീട്ടിലേക്ക് ചെന്നു. എന്നാൽ കുർബാനയ്ക്ക് പള്ളിയിൽ പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിസമ്മതിച്ചു. അത് അന്നേരം മുതൽ തുടങ്ങിയ കലഹമാണ്. ആമേൻ. ആ കലഹം നീണ്ട 10 വർഷക്കാലം 91 മുതൽ 2000 വരെ നീണ്ടു നിന്നു. പലവിധ പ്രശ്നങ്ങൾ എന്നെ തിരിച്ച് മസ്കറ്റിലേക്ക് വിടാതിരിക്കാനായിട്ട് ശ്രമിച്ചു. അവസാനം സർട്ടിഫിക്കറ്റും പാസ്പോർട്ട് കയ്യിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ വെച്ച് അത് എടുത്തിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോന്നു. ആ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത വർഷം വീട്ടിൽ വന്നപ്പോഴും വഴയ്ക്കും എന്നെ വീട്ടിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിയാൽ ഞാൻ വിസമ്മതിക്കുന്നു എന്ന് കണ്ടപ്പോൾ കോട്ടയിൽ പോയി അച്ഛന്മാരുടെ അടുത്ത് പോയി. അവിടെ പോയി ഒരാഴ്ചത്തെ ധ്യാനം ബുക്ക് ചെയ്തു. അതിനുശേഷം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവൾക്ക് ആമേൻ ഇവളെ പറയാൻ പറ്റത്തില്ല, ഇവള് താഴ്ന്ന ജാതിക്കാരുടെ കൂടെയാണ് പോയേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു വേണം, അല്ലെങ്കിൽ ബന്ധം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് സംസാരിച്ച് കഴിഞ്ഞ് പറഞ്ഞു, മകളെ നിന്റെ കുടുംബജീവിതമാണ് ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് നീ ആ വേദപുസ്തകമൊക്കെ അവിടെ വെച്ചിട്ട് നമ്മുടെ കത്തോലിക്ക ബൈബിൾ എടുത്തുകൊണ്ട് നീ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ആമേൻ ഞാനത് മേടിച്ച് അവിടെ വെച്ചു. പക്ഷെ ഞാനത് എടുത്തില്ല. നമ്മുടെ ബൈബിൾ കയ്യിലുണ്ടല്ലോ, അതും എടുത്തുകൊണ്ട് വന്നു. എന്നാൽ വീട്ടിൽ തിരിച്ച് സലാലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നും വിളിക്കും. പ്രാർത്ഥനയുടെ സമയമൊക്കെ അറിഞ്ഞ കാരണം എന്നും വിളിക്കും. അതുകൊണ്ട് മീറ്റിങ്ങിനൊന്നും കടന്നു പോകുവാൻ കഴിയാതെ അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. 95 ഞാൻ ആമേൻ സ്തോത്രം അവധിക്ക് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, കുഞ്ഞുങ്ങളെ ഞാൻ മാറ്റാൻ പോവുകയാണ്, നിന്നോട് പറഞ്ഞാൽ നീ അനുസരിക്കത്തില്ല, അനുസരണക്കേട് കാണിച്ചതിൽ ഒത്തിരി വിഷമമായിട്ട് എന്നോട് പറഞ്ഞു. കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, 4ഉം 2ഉം വയസ്സുള്ള പിള്ളേരായിരുന്നു അപ്പോൾ എനിവേ പുള്ളിക്കാരൻ എന്നെ അറിയിക്കാതെ പുതിയ പാസ്പോർട്ട് ഉണ്ടാക്കി സൗദിക്ക് കടന്നുപോയി. സൗദിയിൽ അനിയനൊപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് 25-ാം ദിവസം പുള്ളി പറഞ്ഞ് ജോലി ലഭിച്ചില്ല, ഒരു അപകടത്തിൽപ്പെട്ട് കൈയെല്ലാം പൊള്ളി. അങ്ങനെ തിരിച്ച് ബോംബെയിൽ തിരിച്ചെത്തി. അങ്ങനെ 95 വീണ്ടും സലാലയ്ക്ക് കടന്നു വന്നു. അവിടെ വന്നു 1 മാസത്തേനുള്ള വിസയ്ക്ക് 3 മാസത്തെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 1 മാസത്തെ വിസ ലഭിച്ചു. അവിടെ 1 മാസം നിന്നിട്ട് മടങ്ങി വന്നു. വീണ്ടും ആമേൻ സ്തോത്രം ഹല്ലേലൂയ കടന്നു വരണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നെ ആരാധനയ്ക്ക് വിടത്തില്ല. അങ്ങനെ വന്ന് 2000 വരെ കാത്തലിക് എന്നെ കൊണ്ടുപോകും കാത്തലിക്. ഞാൻ അവിടെ പോയിരിക്കും, തിരിച്ചു വരും, പ്രാർത്ഥിക്കത്തില്ല, കുർബാന കൈക്കൊള്ളത്തില്ല. പിള്ളേരുടെ കുർബാന കൈക്കൊള്ളപ്പാടായിട്ട് വന്നപ്പോഴത്തേനും പിന്നെ എനിക്ക് മാതാപിതാക്കൾക്ക് സംസാരിച്ച് കുർബാന കൈക്കൊള്ളണം എന്നുള്ള ഒരു ആമേൻ സ്തോത്രം ഇതുള്ളത് കൊണ്ട് തിരിച്ച് പള്ളിയിൽ കൊണ്ടുപോയി കുംസാരിപ്പിച്ച് കുർബാന കൈക്കൊള്ളാതെ പറ്റത്തില്ല. പുള്ളിക്കാരൻ സൺഡേ സ്കൂൾ ടീച്ചറുമായി. ഞാൻ വളരെ ആമേൻ ഭാരത്തിലായി. ജോലി ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. നഖശികാന്തം പെന്തിക്കോസിനോട് എതിർപ്പാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമ്മൻ കൊന്ത ഉപേക്ഷിച്ചത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കുറെ എല്ലാ തരത്തിലും, അത് വളരെ ലഘുവായിട്ട് പറയാം. ആ സമയങ്ങളൊന്നും ഈസി അല്ലായിരുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ എന്നും 2 തരത്തിലുള്ള ആരാധന ഒരു ഭവനത്തിൽ നടക്കുമ്പോഴുള്ള ആമേൻ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ആമേൻ 2000 ആമേൻ സ്തോത്രം ഒരു രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. എന്നാൽ രാത്രികാലങ്ങളിലൊക്കെ ആരും അറിയാതെ ഞാൻ പോയി നൈറ്റ് ഓഫിനൊക്കെ പോയി റൂമിൽ കിടന്ന് പ്രാർത്ഥിക്കുകയും ആമേൻ ഞാനിങ്ങനെ കർത്താവിന്റെ രൂപം കാണും. കർത്താവിന്റെ രൂപം കണ്ടിട്ട് ഞാൻ കമന്ന് കിടന്ന് അപ്പൊ ഒരു തുള്ളി രക്തം തലയിലേക്ക് ഒഴിച്ചിട്ട് ആമേൻ സ്തോത്രം ശുദ്ധീകരണത്തിലൂടെ കടത്തിവിട്ട്, ആമേൻ നിന്റെ ദാസനെ ഒരു ദൈവപൈതലായിട്ട് തന്നെ മാറ്റിയെടുക്കണമേ, ആമേൻ എങ്ങനെ പോയി കരഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ച് ഒരു സെപ്റ്റംബർ മാസമായപ്പോൾ ദൈവം എനിക്ക് യാക്കോബിന് മല്ല് പിടിച്ചതുപോലെ രാത്രികാലം എഴുന്നേറ്റ് ഞാൻ വളരെ അലറി കരഞ്ഞു. അതിന്റെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്കുള്ള സംഭവങ്ങളൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. 3 മാസം കഴിഞ്ഞപ്പോൾ താൻ തന്നെ രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും അന്ന് മുതൽ വീട്ടിൽ ആരാധന ആരംഭിക്കുവാനും കാരണമായി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. 2004 വരെ അവിടെ ഭവനത്തിൽ തന്നെ ആരാധന തുടർന്നുകൊണ്ടിരുന്നു. അനേകരെ അനേകരെ സ്നാനപ്പെടുത്തുവാനും വചനം പഠിപ്പിക്കുവാനും ഒക്കെ പോകുവാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തന്നു. ആമേൻ സ്തോത്രം. അതിനുശേഷം 2005 അയർലൻഡ് പ്രദേശത്തേക്ക് ദൈവമായിട്ട് ഞാൻ ആമേൻ IELTS എഴുതിയില്ല, ഒരു കാര്യം ചെയ്തില്ല. കർത്താവായിട്ട് സംസാരിച്ചു, നിന്നെ അന്യദേശത്തേക്ക് അയക്കുമെന്ന്.
അപ്പോഴെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും US-ലും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകണമെന്നായിരുന്നു താല്പര്യം. ഓസ്ട്രേലിയക്ക് പോകാനുള്ള പേപ്പർ വർക്കുകൾ നടന്നു. അത് ഞാൻ വിട്ടു. അയർലൻഡായിട്ടുള്ള ദേശം എന്നെ കാണിച്ചു തന്ന ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് കടന്നു വന്ന് 2005 ഭവനം ജോയിൻ ചെയ്തു. നാട്ടിൽ ഇവിടെ വന്നിട്ടും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ചുമതല കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 7 വർഷം മാത്രമേ എനിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ. 7ാമത്തെ വർഷം ഞാൻ എനിക്കൊരു ആക്സിഡന്റ് ഹോസ്പിറ്റൽ സംഭവിച്ചു. ഒരു മെഷീനെ തട്ടി ഞാൻ വീണ് എൻ്റെ നടുവിന് ഫ്രാക്ചർ, ഹെയർലൈൻ ഫ്രാക്ചർ ആയിട്ടുണ്ടായി. എന്നാൽ ആമേൻ, ഒരൊറ്റ ദിവസം മാത്രമേ ദൈവം എന്നെ കിടത്തിയുള്ളൂ. ആ സമയത്തും ആമേൻ, സ്തോത്രം, ഓടി കടന്നുപോയി 3 കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുവാനോ അവരോട് സുവിശേഷം പറയുവാനോ ഒക്കെ ഇടയാക്കി തീർന്നു. അങ്ങനെ കർത്താവിന്റെ വേലയിൽ എവിടെയൊക്കെ പോയോ, ഏതൊക്കെ ഭവനങ്ങൾ ഞങ്ങൾ മാറി മാറി ആമേൻ താമസിച്ചു, അവിടെ എല്ലാം ആമേൻ എബ്രഹാം യാഗപീഠം പണിതതുപോലെ ആമേൻ പ്രാർത്ഥനയുടെ ഒരു യാഗപീഠം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് വരെയും ദൈവം അത്ഭുതകരമായി നടത്തിക്കൊണ്ട് പോകുന്നു. 13ഓളം വേലകൾ ഞങ്ങൾ കേരളത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിൽ ന്യൂ ടെസ്റ്റ്മെന്റ് പ്രെയർ മിനിസ്ട്രി എന്ന പേരിൽ ആമേൻ അത് രജിസ്റ്റർ ചെയ്ത് ആമേൻ തീരെ ആമേൻ വകയില്ലാത്തവരെ, ആരും അവർക്ക് ചർച്ചുകളില്ലാത്തവരെ, അതുപോലെ ആരും പരിഗണിക്കാത്തവരെ, നനഞ്ഞു വീഴുന്ന ആമേൻ പുരയിടവുമായിരിക്കുന്നവർക്കൊക്കെ ആയിട്ട് സ്ഥലം വാങ്ങിക്കൊടുത്ത് ഫെയ്ത്ത് ഹോമായിട്ട് പണിത് ആമേൻ അവരെ ശുശ്രൂഷയിലാക്കി വെച്ചിരിക്കുന്നു. അവരുമായിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ, സ്തോത്രം. ഇതാണ് എൻ്റെ ചെറിയ സാക്ഷ്യം. ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്നുവെങ്കിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ എത്രമാത്രം തിരിച്ചു കൊണ്ടുപോകുവാൻ ആരൊക്കെ സമ്മതിച്ചാലും ദൈവം ഒരിക്കലും നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ഒരിക്കലും നമ്മളെ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്നുള്ളത് എൻ്റെ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗമാണ്. ആമേൻ. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു 2016 ആമേൻ ഒരു സൂം അന്നില്ലായിരുന്നു, അന്നത് വാട്സപ്പിലായിരുന്നു. ഇത് സൂമായിട്ട് ഇപ്പോൾ മാറി. കോവിഡിന്റെ സമയം മുതൽ അത് തുടർന്നുകൊണ്ട് പോകാൻ കർത്താവ് സഹായിക്കുന്നു. അനേകർ കടന്നു വന്ന് രോഗസൗഖ്യങ്ങളും അതുപോലെ ആമേൻ ഒറ്റയ്ക്ക് കടന്ന് മായയൊക്കെ അതിനൊരു സാക്ഷിയാണ്. കഴിഞ്ഞ 4 വർഷം മുമ്പ് മായ പ്രയറിൽ വന്ന് ചേരാനൊക്കെ മായയ്ക്കും സാവകാശം ലഭിച്ചു. അങ്ങനെയാണ് മായയായിട്ട് ഞാൻ അറിയുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹപ്രദമായ രീതിയിൽ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം ഞങ്ങളെ കുടുംബമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവനാമത്തില് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ആമേൻ അപ്പന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായി തീരണം. യാതൊരു ആമേൻ വകയിലുള്ള പ്രശസ്തിയോ ആമേൻ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ആമേൻ, എല്ലാം സകലവും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ തുടർന്നുകൊണ്ട് പോകുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരല്പസമയം, ഒരു 10 മിനിറ്റ് ആമേൻ, സ്തോത്രം, കർത്താവ് അനുവദിച്ചാൽ സംസാരിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. 32-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നുവല്ലോ: പാപം ക്ഷമിച്ചും ലംഘനം മറച്ചും ലഭിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭാഗ്യ പദവിയാണ് കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഭയത്തോടെ കടന്നു വരണം. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവത്തെ ഭയപ്പെടുന്ന നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. നമ്മുടെ തലമുറകൾ ദൈവത്തെ ഭയപ്പെടണം. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മലയാളത്തിൽ നമ്മൾ കാണുമ്പോൾ ആമേൻ യഹോയോടുള്ള ഭയമെന്നാണ് ആമേൻ, ഹല്ലേലൂയ, ആമേൻ ഇംഗ്ലീഷിൽ അത് കാണുന്നത്. ഐസയ 62:2 ഇപ്രകാരം പറയുന്നു: എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. അനുതാപവും കണ്ണുനീരും ഏറ്റുപറച്ചിലും ഉള്ളിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ, അതുകൊണ്ടാണല്ലോ Psalm 32 അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. വചനം വിരളമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന് നമുക്കറിയാം. വളരെ സുലഭമാണ്. എവിടെ നോക്കിയാലും ഏത് മാധ്യമങ്ങളിൽ നോക്കിയാലും വചനത്തിൻ്റെതായിട്ടുള്ള മാറ്റിലുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എന്നാൽ മീഡിയകളിലൊക്കെ ഒത്തിരി സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. എന്നാൽ ഇന്ന് അത് തന്നെ നമ്മുടെ ബൈബിൾ കോളേജിലാണെങ്കിലും ആമേൻ, സ്തോത്രം, 5 ദേവദാസന്മാർ, പ്രാഗൽഭ്യരായിട്ടുള്ള 5 ദേവദാസന്മാർ കടന്നു വന്ന വളരെ ആമേൻ, സ്തോത്രം, താല്പര്യത്തോടെ വചനം പഠിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാനുള്ള, ഈ വചനം കേട്ടതുകൊണ്ട് ആമേൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ചില ആമേൻ, സ്തോത്രം, മാറ്റങ്ങളെ ദൈവവചന അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ ഇരുന്നു കൊള്ളാം. 1, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആമേൻ അത് കത്തിക്കൊണ്ടിരിക്കണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തില് ആമേൻ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ ആമേൻ കടന്നു പോകുമ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ തമ്മിൽ തർക്കിച്ചും
വാദിച്ചും സംസാരിച്ചും കൊണ്ട് പോകുകയിടയില് ആമേൻ സ്തോത്രം യേശു ചോദിച്ചു, നിങ്ങൾ എന്തോ ഈ സംസാരിക്കുന്നത്, നിങ്ങൾ എന്തോ ഈ തർക്കിക്കുന്നത്, നിങ്ങൾ എന്തോ ഈ സംവാദിക്കുന്നതെന്ന്. അപ്പോൾ അവരുടെ മുഖം വാടിയെന്ന് കാണുന്നു. അപ്പോൾ കർത്താവിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കാൽവരി മരണത്തിന് ശേഷം ആമേൻ അടക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർ വളരെ മനോവേദനയോടുകൂടിയാണ് എമൗസിലേക്ക് പോയത്. ആമേൻ യെരുശലേമിൽ നിന്നും ഏകദേശം 7 മൈൽ ദൂരം, 7 നാഴിക എന്നാണല്ലോ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന. പോയ വഴിക്ക് ആമേൻ ഇവർ തമ്മിൽ തർക്കിച്ചും പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരോട് ചേർന്ന് നടന്നിട്ട് ആമേൻ കർത്താവ് പറയാണ്, അപ്പൊ നീ മാത്രം ഇത് അറിഞ്ഞില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ കർത്താവ് അവരോട് പറയുകയാണ്, അവരെ വിളിക്കുന്ന എങ്ങനെയാ? പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. നമ്മൾ ഒരുപാട് വചനം കേൾക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് പലപ്പോഴും അത് വിശ്വാസമായി പരിണമിപ്പാൻ സാധിക്കാതെ വണ്ണം ആമേൻ സ്തോത്രമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും നമുക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ വചനം അതുപോലെ തന്നെ വിശ്വസിപ്പാൻ തക്കവണ്ണം നമുക്ക് കർത്താവ് ഇടയാക്കി തരട്ടെ. ഗ്രാമത്തോടടുത്ത് വന്നപ്പോൾ അവൻ മുൻപോട്ട് പോകാൻ ഭാവം കാണിച്ചു. എന്നാൽ ആമേൻ കർത്താവിനെ അധികമായി സ്നേഹിച്ചതുകൊണ്ട് അവർ പറഞ്ഞു, കൂടെ പാർക്ക, രാത്രി വൈകിയിരിക്കുന്നുവല്ലോ, കൂടെ പാർക്കാന്ന്. അങ്ങനെ അവര് ഭവനത്തിലേക്ക് വിളിച്ച് ഭക്ഷണം എടുത്തപ്പോൾ ആമേൻ സാധാരണ അതിഥികൾക്ക് നമ്മളാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. എന്നാൽ കർത്താവ് ഭക്ഷണം എടുത്ത് വാഴ്ത്തി അവർക്കത് നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നുവെന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. വചനം മനസ്സിലാക്കാതെ കണ്ണ് നിരോധിച്ച് അവരുടെ കണ്ണുകൾ തുറന്നു കിട്ടി. കർത്താവ് മറഞ്ഞു. ആമേൻ സ്തോത്രം. അതുപോലെ തന്നെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് അവരുടെ ബുദ്ധിയെ ദൈവം തുറന്നു, തിരുവെഴുത്തുകളെ തിരയുവാൻ ആമേൻ മനസ്സിലാക്കുവാൻ അവരുടെ ബുദ്ധിയെ കർത്താവ് തുറന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ അവര് പറയുന്നുണ്ട്, ആമേൻ വഴിയിൽ വെച്ച് അവൻ നമ്മോട് ആമേൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നുവല്ലേ എന്ന്. ആമേൻ സ്തോത്രം. അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തണം എന്ന് ആമേൻ സ്തോത്രം ഇതിൽ നിന്നും ദൈവാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. രണ്ടാമത് വചനം കേൾക്കുമ്പോൾ നമുക്ക് ആമേൻ കുത്തുകൊള്ളണം ഹൃദയത്തില്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 11 പേരോടുകൂടി പത്രോസ് എഴുന്നേറ്റ് നിന്ന് തിരുവചനം പറഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ വന്ന് ചോദിക്കുകയാണ്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ ആമേൻ മാനസാന്തരപ്പെടാൻ ആമേൻ സ്തോത്രം അല്ലെ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ പത്രോസ് അതിൻ്റെതായിട്ടുള്ള ആമേൻ ആൻസറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. 3 ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അത് തന്നെ ആക്ട്സ് 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നല്ലോ. കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾക്കെല്ലാം വചനം അറിയാവുന്നവരാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വേഗത്തിൽ പോകുന്നത്. ആമേൻ വചനം സംസാരിച്ച് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. രണ്ടാമത് പരിശുദ്ധാത്മാവ് വന്നവരെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് സ്നാനത്തിലേക്ക് ആമേൻ നയിക്കുവാനായിട്ടിടയായി. മൂന്നാമത് വചനം കേട്ടപ്പോൾ ലുദിയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം. വചനം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആക്ട്സ് അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിൽ 14 മുതൽ 15 വരെ അത് കാണുന്നു. പിന്നെ ആക്ട്സ് 20-ല് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ കാണുന്നു. വചനം കേട്ടപ്പോൾ ആമേൻ സ്തോത്രം അത് ദീർഘനേരം അവര് പ്രാർത്ഥിച്ചും ആമേൻ സ്തോത്രം വചനം സംസാരിച്ചും ഇരുന്നപ്പോൾ യൂത്തിക്കോസ് കിളിവാതക്കൽ ഇരുന്നു കൊണ്ട് ഉറങ്ങി മറിഞ്ഞു വീണ് ആമേൻ സ്തോത്രം മരിക്കുവാൻ ഇടയായി. എന്നാൽ ആമേൻ വചനം കേട്ടിരുന്ന ഒരാളുടെ ശവമല്ല എടുത്തുകൊണ്ട് പോകുവാൻ ആമേൻ പൗലോസിൽ കൂടെ ദൈവം അനുവദിച്ചത്. പകരം ആമേൻ ജീവനുള്ളവനായി അവനെ മടക്കി കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ജീവൻ പകർന്നു. ആമേൻ സ്തോത്രം. അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കണം, ഹൃദയത്തിൽ കുത്തുകൊള്ളണം, നമ്മുടെ ഹൃദയം തുറക്കണം, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരണം, നമ്മളിൽ ജീവൻ പ്രാപിക്കണം. മരിച്ചിരിക്കുന്ന നമ്മുടെ അവസ്ഥയാണെങ്കിൽ നമ്മുടെ മേൽ ജീവൻ പ്രാപിക്കണം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവനാമത്തിന് മഹത്വം. ആമേൻ നമ്മൾ കേട്ട് നമ്മളെ തന്നെ വഞ്ചിക്കാതെ അനുസരിക്കുന്നവരായി മാറുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മൾക്ക് സാവകാശത്തെ ഒരുക്കട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തെ ദൈവം തുറക്കട്ടെ. നമ്മൾ പഠിക്കുന്ന ഈ വചനം സൗജന്യമായി നമുക്ക് ലഭിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്ര മഹത്വമേറിയ ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. അവർ പഠിച്ച് അവർ അത് അഭ്യസിപ്പിച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആമേൻ സ്തോത്രം നമ്മളുടെ ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിക്കട്ടെ. ഇത് നമ്മളിൽ തന്നെ സൂക്ഷിച്ചു വെക്കാതെ അനേകരിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം. എനിക്ക് അനുവദിച്ചെന്ന സമയത്തിനായി സ്തോത്രം. ആമേൻ. ഇത്രത്തോളം സമയം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന ദൈവമക്കൾക്കായി നന്ദി കരേറ്റുന്നു. ഞാൻ വളരെ സാക്ഷ്യം വളരെ ലഘൂകരിച്ചാണ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർത്ത്. എപ്പോഴും ഞാൻ ഓർക്കും നമ്മുടെ സാക്ഷ്യത്തെക്കാൾ നമുക്ക് കർത്താവിനെ കുറിച്ചൊരു അഞ്ചു വാക്ക് പറയുകയാണെങ്കിൽ അതാണല്ലോ മഹത്വമായി തീരുന്നത്. അതുകൊണ്ട് ആമേൻ എല്ലാവർക്കും ആമേൻ നന്ദി കരേറ്റുന്നു. പ്രത്യേക ലാലുപാസിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി കരേറ്റുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താണ്. പ്രിയ ആന്റിയെ ദൈവം ഇത്രത്തോളം ശക്തമായി ഉപയോഗിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. കുടുംബമായി തന്റെ പ്രാർത്ഥനയുടെ ഫലമായി കുടുംബമായി അത്ര എതിർപ്പുകളുടെ മധ്യത്തിൽ ഇന്ന് കർത്താവിന് വേണ്ടി വയൽ പ്രദേശത്ത് ശുശ്രൂഷിപ്പാൻ ദൈവം അവരെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി ഹല്ലേലൂയ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ, ദൈവവേല ചെയ്യുവാൻ ഒക്കെ ദൈവം അവരെ സഹായിക്കുന്നുവല്ലോ. നമ്മുടെ ബൈബിൾ കോളേജിൽ അനേകരെ ചേർക്കുവാൻ ആ പ്രിയ ആന്റിയെ ദൈവം സഹായിക്കുന്നു. ദൈവം പ്രത്യേക ഞങ്ങൾ അഗാപ്പെ ചർച്ചിന്റെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം തന്നെ സഹായിക്കട്ടെ. വീണ്ടും അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി തന്റെ കുടുംബമായി ബലപ്പെടുത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാവിധ തന്നിലൂടെ കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തിനായി വചനത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ അല്ലയോ അത് നമ്മൾ ക്രിയ ചെയ്യേണ്ടതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങള് എന്തെങ്കിലും സാക്ഷ്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പെട്ടെന്ന് അതിനുള്ള സമയമുണ്ട്. അല്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവവചന ചിന്തയിലേക്ക് പോവുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാവകാശമുണ്ട്. പെട്ടെന്ന് ചെയ്യണമെന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരും ഒന്നും പറയുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ഇപ്രകാരം ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചുവല്ലോ. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഇന്ന് സാക്ഷി പറഞ്ഞ കർത്താവിന്റെ ദാസിയെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതുപോലെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സ്തോത്രം. പല രാജ്യങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്. അതിൽ ഒത്തിരി പേര് സുവിശേഷ വേലയിലുള്ളവരുണ്ട്. അവരെ എല്ലാ ദൈവം സഹായിക്കണം. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട്, മറ്റു സ്ഥലങ്ങളിലുള്ളവരുണ്ട്. അവരുടെ പ്രവർത്തന മേഖലകളെ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രി ഒരുപക്ഷെ പൊതുവായി പറയാൻ കഴിയാതെ ഭാരത്തോടായിരിക്കുന്ന പല പ്രിയപ്പെട്ടവർക്കാണ്. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർക്കാണ്. പഠന സംബന്ധത്തിനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാറുണ്ടല്ലോ, നമ്മളൊരു കുടുംബമാണ്. നമ്മൾ ദൈവവചനം പഠിക്കുന്നതോടൊപ്പം നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ, മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരുപക്ഷെ ഈ ഡിവൈസിലൂടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്ന 5 ദൈവദാസന്മാരെ സ്തോത്രം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രിയ CV ആൻഡ്രൂസ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കാം. PG മാത്യൂസിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയ സ്തോത്രം ജോർജ് വർഗീസിനായി സ്തോത്രം ചെയ്യാം. മാത്യു P തോമസിനായി സ്തോത്രം ചെയ്യാം. പ്രിയ ഷാജൻ പാറക്കടവിനായി സ്തോത്രം ചെയ്യാം. പ്രിയ സാക് വർഗീസിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേക പാസ്റ്റർ PG വർഗീസ് PG തോമസ് PG മാത്യൂസ് കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കുന്നു. ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഷാജിക്ക് ഡാനിയലിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ സഭയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി. തന്റെ ബിസിനസ് മേഖലകൾക്കായി പ്രാർത്ഥിക്കാം. ബൈബിൾ കോളേജിനായി എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേക ഈ ബൈബിൾ കോളേജിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ സൂം ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. മറ്റു പ്രേയകൾ ചെയ്യുന്ന അനേകരെ ചേർക്കുന്നവരുണ്ട്. വളരെ ആത്മാർത്ഥതയോടെ ദൈവവചനം പഠിക്കുവാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതിന്റെ പുറകിൽ ഒരു ചെറുവിരൽ പോലും അലക്കുന്നവർ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, സൂം ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ഉള്ളങ്ങളെ അറിഞ്ഞ് ദൈവാത്മാവ് ഇടപെടേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 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 ദൈവം ശക്തമായി ഇന്ന് രാത്രിയിലും ഇടപെടേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. 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 നമ്മുടെ അനേക ശുശ്രൂഷകന്മാർ നമ്മുടെ ഇതിലുണ്ട്. ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകം ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ മിഡിൽ ഈസ്റ്റ് ഒക്കെ പ്രത്യേകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഞങ്ങളുടെ ഖത്തറൊക്കെ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ പോലും അനേക നേഴ്സുമാരെയൊക്കെ ഡെയിലി ഹല്ലേലൂയ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ, വളരെ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ ദേശം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. അനേക ദൈവസഭകൾക്ക്, ദൈവദാസന്മാർക്ക്, ദൈവസഭകൾക്ക്, നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദേശമാണ് ഇവിടുത്തെ നന്മകൾ. അതുകൊണ്ട് ഈ ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം എല്ലാവരും തുടർന്നുള്ള ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവാത്മാവ് ശക്തമായി നമ്മളോട് ഇടപെടുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ രാജു P ജോയ് തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിച്ചാണ്.
സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ഓൺലൈൻ ബൈബിൾ കോളേജിൽ ഇന്ന് നടക്കുന്ന ഈ ചാപ്പൽ സർവീസിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ചല്ലോ. തുടർന്ന് നടക്കുന്നതായ എല്ലാ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും ആദരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പഠിച്ച് നിശ്ചയമുള്ളവരായി ഭക്തമായ വേലയിൽ വ്യാപൃതരായിരിക്കാൻ എല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം തിരുനാമ മഹത്വത്തിന് യോഗ്യമായി തീരും. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത തന്റെ ദാസന്മാരെ അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യണമേ. നൽകപ്പെട്ട എല്ലാ വെളിപ്പാടുകൾക്കായി നിന്റെ വിശാലതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും ആദരിക്കും ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയമൂലം കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ പല സ്ഥലത്ത് പല ടൈം സോൺ ആണ് എങ്കിലും കൂടുതലും പേര് ഇന്ത്യയിൽ നിന്നാണല്ലോ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ചാപ്പൽ സർവീസായി ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചു. സാധാരണ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാറ്റർഡേയിലാണ് നമ്മുടെ ചാപ്പൽ സർവീസ് നടക്കാറുള്ളത്. എന്നാൽ ഈ ആഴ്ച പാസ്റ്റർ CV ആൻഡ്രൂസ് ഇതുവരെ അദ്ദേഹം ഒരു ചേഞ്ച് പോലും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതലായി താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും താൻ ഒരു ക്ലാസ് പോലും, കഴിഞ്ഞ ആഴ്ചയിലെങ്ങാണ്ടാണ് ഒരു ക്ലാസ് താൻ ചേഞ്ച് ചെയ്ത്. നമ്മുടെ ക്ലാസ്സുകൾ ഒരിക്കലും താൻ മാറ്റാറില്ല. എന്നാൽ ചർച്ച് ഓഫ് ഗോഡിന്റെ വേൾഡ് മിഷന്റെ മീറ്റിംഗ് ഫ്ലോറിഡയിൽ വെച്ച് നടക്കുകയാണ്, ഒർലാൻഡോയിൽ വെച്ച്. അതിനുവേണ്ടി താൻ ബൈ റോഡ് ഡ്രൈവ് ചെയ്ത് പോയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ താൻ തിരികെ വരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് താൻ ഇന്നത്തെ ക്ലാസ് മാറ്റിവെച്ചത്. എന്നാൽ അതിന് ശേഷം അതിന് പകരമായി ഒരു ക്ലാസ് തനിക്ക് ഈ ആഴ്ച ഒരു ദിവസവും പാടി പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് ഇപ്രകാരം മാറ്റിയെടുക്കുകയായിരുന്നു. എന്നാൽ ശനിയാഴ്ച ഞങ്ങൾക്ക് കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു ഗിൽഗാൽ ബൈബിൾ കോളേജ് ആയിരുന്നപ്പോൾ പഠിപ്പിച്ച പാസ്റ്റർ VP ഫിലിപ്പ്, അദ്ദേഹം ഇപ്പോൾ ബഹ്റിൻ IPC സഭയുടെ ശുശ്രൂഷകനാണ്. ദൈവം സഹായിച്ചാൽ ശനിയാഴ്ച വൈകിട്ട് താൻ റെഗുലർ ക്ലാസ് എടുക്കുന്നതാണ്. വളരെ ശക്തമായി ഈ കാലഘട്ടത്തിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. അതുകൊണ്ട് നിങ്ങൾ ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവവചനം കേൾപ്പാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നല്ലോ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും ഈ ബൈബിള് പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കും വളരെ സന്തോഷമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവവചനമൊക്കെ കേട്ടപ്പോൾ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ ഈ 1-ാം വർഷം 2-ാം വർഷം 100 അങ്ങനെയൊക്കെ വായിച്ചു പോയെങ്കിലും അതിന്റെ കണുകൾ കർത്താവിന്റെ വചനത്തിൽ ഒരു വള്ളി പുള്ളി പോലും അതിന് മാറ്റമില്ലാത്ത ദൈവവചനം ഇത്ര ആധികാരികമായിട്ട് എഴുതുവാൻ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് അവരെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ ആഴങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് സന്തോഷമാണ്. നിങ്ങൾ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ഇന്ന് രാവിലെ വേറെ ആരും പ്രസംഗിക്കാനില്ലാത്തത് കൊണ്ട് ഒരു ദൈവവചനം പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണം എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഒരു കാര്യമൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്താണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ഒരു ഡ്യൂട്ടിയിലാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോണം. വേറെ പേഷ്യൻസ് ഒന്നും, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഖത്തറിൽ ഞാൻ ജോലിയിലാണ്. അതുകൊണ്ട് അങ്ങനെ പേഷ്യൻസ് വരാറില്ല. എന്നാലും ആരെങ്കിലും വന്നാൽ അത് ഡിസ്റ്റർബൻസ് ആയി. കാരണം ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് ഒരു ദൈവവചനം എനിക്ക് തന്നു. ആ ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് ആരിൽ കൂടെ പ്രസംഗിച്ചാലും സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിപ്പാൻ ദൈവത്തിന്റെ സ്തോത്രം ആത്മാവ് നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും? പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി ജീവിത അനുഭവങ്ങളിൽ പറയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. 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 ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ ഒരു ശകലം വായിച്ച് നമുക്ക് ദൈവത്തിലേക്ക് വായിക്കാം. കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്, ഉള്ളുരുകി കരയുമ്പോൾ തൻ കൂടെയുണ്ട്. കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്, ഉള്ളുരുകി കരയുമ്പോൾ തൻ കാരയുണ്ട്. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നീടിലും
ഞാൻ മറക്ക എന്നുരച്ച കർത്താവുണ്ട്. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നീടിലും ഞാൻ മറക്ക എന്നുരച്ച കർത്താവുണ്ട്. ഓ കണ്ണുനീരിൽ കൈവിടാൻ കർത്താവുണ്ട്. ഉള്ളുരുകി കരയുമ്പോൾ തൻ ചാരയുണ്ട്. കണ്ണുനീരിൽ കൈവിടാൻ കർത്താവുണ്ട്. ഉള്ളുരുകി കരയുമ്പോൾ തൻ ചാരയുണ്ട്. ഉറ്റവരൊറ്റിക്കൊടുത്താൽ ഖേദമില്ല. ഉറ്റു സ്നേഹിക്കുന്ന നാഥൻ കൂടെയുണ്ട്. ഉറ്റവരൊറ്റിക്കൊടുത്താൽ ഖേദമില്ല. ഉറ്റു സ്നേഹിക്കുന്ന നാഥൻ കൂടെയുണ്ട്. മാറ്റമില്ല തന്റെ സ്നേഹം നിസ്തുല്യമേ. മറ്റു സ്നേഹം മാറിപ്പോകും മർത്യസ്നേഹം. മാറ്റമില്ല തന്റെ സ്നേഹം നിസ്തുല്യമേ. മറ്റു സ്നേഹം മാറിപ്പോകും മർത്യസ്നേഹം. കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. ഉള്ളുരുകി കരയുമ്പോൾ തൻ ചാരയുണ്ട്. ഓ കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. ഉള്ളുരുകി കരയുമ്പോൾ തൻ ചാരയുണ്ട്. പ്രൈസ് ലോർഡ്. കണ്ണുനീരിൽ കൈവിടാത്ത ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഉള്ളുരി കരയുമ്പോൾ താൻ ചാരയുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇത് രാത്രി നമ്മളെ സഹായിക്കുന്ന, നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാ. ഈ ദൈവവചനം പഠിക്കുന്നത്, ഈ ദൈവവചനം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് ദോഷമല്ല, അത് തലമുറകൾക്ക് പോലും അനുഗ്രഹം. പ്രൈസ് ലോർഡ്. തലമുറകൾക്ക് പോലും അനുഗ്രഹമാണ്. ഞാനൊരു ആന്റി എന്നോട് പറഞ്ഞു, ഞാൻ ഈ വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക. കാരണം ഞാൻ എന്റെ കാലം കഴിഞ്ഞാലും അടുത്ത തലമുറ എന്റെ ഡയറി നോക്കി പഠിക്കണം. സ്തോത്രം. ഈ ദൈവവചനം, ഈ വാക്യങ്ങൾ അവര് പഠിക്കണം. അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് ക്രിയ ചെയ്യും എന്ന് പറയുവാനിടയായി തീർന്നു. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, നാം പഠിക്കുന്നതായ ഒരിക്കലും ദോഷമല്ല, ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി തീരും. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രിയത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യം പറഞ്ഞാട്ടെ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അടുത്തോടെ വായിച്ചാട്ടെ. തുടർന്ന് വായിച്ചാട്ടെ. കണ്ടില്ല താൻ. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്ത് നിഷ്ഫലമാകുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടി നിൽക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. വളരെ സുപരിചിതമായ, എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഉപമയാണ് നാം കേട്ടത്. ആ അത്തിപ്പഴത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അവൻ നട്ടു വളർത്തിയ ഒരു അത്തിപ്പഴം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. സ്തോത്രം. അത് കാട്ടിലല്ല, ഹല്ലേലൂയ, വെറുതെ കിളിർത്തു വന്നതല്ല. അവൻ ഹല്ലേലൂയ നട്ടു വളർത്തിയ അവൻ നട്ടു വളർത്തിയ ഒരു അത്തിവൃക്ഷമാണ്. അതിൽ നിന്ന് താൻ എന്താ നോക്കുന്നത്? ഫലമാ നോക്കുന്നത്. സ്തോത്രം. അതിന്റെ പൊക്കമല്ല നോക്കുന്നത്, അതിന്റെ വണ്ണമല്ല നോക്കുന്നത്, അത് എത്രമാത്രം ഇലകൾ ഉണ്ടെന്നുള്ളതല്ല നോക്കുന്നത്. സ്തോത്രം. അവൻ നോക്കുന്നത് ഫലമാ നോക്കുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അത് വേറൊരു അത്തിവൃക്ഷത്തിലല്ല, അവൻ നട്ടു വളർത്തിയ അത്തിവൃക്ഷത്തിലാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എത്ര പേർക്കറിയാം? ദൈവസഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ എന്നെ നിന്നെ നട്ടിരിക്കുന്നത്, സ്തോത്രം, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. അവൻ നമ്മളെ നോക്കുമ്പോൾ അവൻ ഫലമാണ് നോക്കുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവവചനം പഠിക്കുന്ന ദൈവവൈതലേ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ ഒരു പല സഭയുടെ ഭാഗങ്ങളായിരിക്കാം, പല ഹല്ലേലൂയ ദേശത്ത് നിങ്ങളെ ദൈവം നട്ടിരിക്കുന്നത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. നമ്മളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 3 സംവത്സരമായിട്ട് നോക്കിയിട്ടും അതിൽ ഫലം കാണുന്നില്ല. സ്തോത്രം. അപ്പൊ അതിന്റെ തോട്ടക്കാരൻ പറയുന്ന, തോട്ട ഉടമ പറയുകയാണ്, ഇതിനെ വെട്ടിക്കളഞ്ഞേക്കാം. എന്നാൽ പിന്നെയും നമുക്ക് വേണ്ടി തോട്ടക്കാരൻ പറയുക, സ്തോത്രം, എന്താണ്? അത് 1 വർഷം കൂടെ, 1 നാടൂടെ നിൽക്കട്ടെ. സ്തോത്രം. അത് ആയുസ് മുഴുവൻ നിൽക്കട്ടെ എന്നല്ല പറയുന്നത്, 1 ആണ്ടും കൂടെ നിൽക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കും ചില സമയപരിധി ദൈവം തരും കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ദൈവസഭയിൽ ഫലമില്ലാതിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാതിരിക്കുമ്പോൾ, നമ്മെ വെട്ടിക്കളയാത്തത്, നമ്മെ തീർത്ത് കളയാത്തത് ദൈവത്തിന്റെ വലിയ നീതിയാണ്.
സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ തോട്ടക്കാരനെ പോലെ ആ കൃഷിക്കാരനെ പോലെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു തന്റെ പിതാവിനോട് മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, എന്നെ നിന്നെ തകർത്ത് കളയാതെ, വെട്ടിക്കളയാതെ. സ്തോത്രം, ഹല്ലേലൂയ. തോട്ടക്കാരൻ പറയുകയാണ്, ഈ സ്ഥലത്തെ എന്തിനാണ് നിർഫലമാക്കുന്നത്, ഇത് എന്തിനാണ് യൂസ്ലെസ് ആക്കുന്നത്? സ്തോത്രം, അതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രം, എന്നെ നിന്നെ ദൈവസഭയാകുന്ന തോട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം നട്ടിരിക്കുന്നത്, സ്തോത്രം, നമ്മളിൽ നിന്ന് മറ്റൊന്നുമല്ല താൻ പ്രതീക്ഷിക്കുന്നത്, ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ആത്മീയ ഫലങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ഹെബ്രായർ 7:25 എന്താ വായിക്കുന്നത്? ഹെബ്രായർ 7:25 താൻ പക്ഷപാതം ചെയ്യുന്ന, ഹല്ലേലൂയ, ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു എന്താ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ നമ്മെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. രാത്രി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അവൻ നിൽക്കട്ടെ. നമുക്ക് വേണ്ടി ഹല്ലേലൂയ പക്ഷപാതം ചെയ്യുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു യേശു നമുക്കുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കൃഷിക്കാരനെ പോലെ ഹല്ലേലൂയ ഒരാണ്ട് കൂടെ നിൽക്കട്ടെ. കുറച്ചുകൂടെ നോക്കാമെന്ന് പലപ്പോഴും ഹല്ലേലൂയ നാം ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹാദൈവം കരുണയും ഒന്ന് മാത്രം നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നിനക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു യേശു ഉണ്ട്? പിന്നെ പ്രൈസ് ദി ലോർഡ്, ഈ അത്തിയുടെ പ്രത്യേകത എന്താ? ഇത് മുന്തിരിത്തോട്ടത്തിന്റെ സ്തോത്രം നടുക്ക് നട്ടിരിക്കുന്ന ഒരു അത്തി. അതിന്റെ പ്രത്യേകത നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 22:9. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വിത്ത് ഇടരുത്. അങ്ങനെ ചെയ്താൽ നീ ഇട്ട വിത്തിന്റെ വിളവും മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവം വിശുദ്ധ മന്ത്രവകയ്ക്ക് ചേർന്ന് പോകും. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണമാണ്, നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വിത്തും ഇടരുത്. അങ്ങനെ ഇട്ടാൽ, അങ്ങനെ ചെയ്താൽ ഈ മുന്തിരിത്തോട്ടത്തിന്റെ വിളവും ഈ ഫലവും അല്ലെങ്കിൽ ഈ അത്തിപ്പഴത്തിന്റെ ഫലവും വിശുദ്ധ മന്ദിരത്തിന് ചേർന്ന് പോകണം. അത് ന്യായപ്രമാണമാണ്. സ്തോത്രം. അപ്പൊ അത് അറിയാൻ മേലാതല്ല കൃഷിക്കാരൻ അത് ഇട്ടിരിക്കുന്നത്. അവന് നല്ല നിശ്ചയമുണ്ട്, ഇതിനകത്ത് ഫലമുണ്ടായിട്ട് വേണം ഈ അത്തിപ്പഴത്തിന്റെ ഫലവും അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഫലവും വിശുദ്ധ മന്ദിരത്തിന് ചേർന്ന് പോകുവാൻ. സ്തോത്രം. അവൻ അതുകൊണ്ടാണ് അതിൽ ഫലം നോക്കുന്നത്. ഇതിനകത്ത് ഫലമുണ്ടായിട്ട് വേണം ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഫലവും ഈ അത്തിപ്പഴത്തിന്റെ ഫലവും വിശുദ്ധ മന്ദിരത്തിന് പോകുവാൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മൾ ഹല്ലേലൂയ ജീവിതത്തില് നമ്മൾ പലതും നേടുമ്പോൾ, നമ്മൾ പലതും കാഴുമ്പോൾ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതിന്റെ ഫലങ്ങള് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി എന്നെ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു നമ്മളെയൊക്കെ ഓരോ ദേശത്താക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. നമ്മൾ ഔദ്യോഗികമായ ജീവിതത്തിൽ സമ്പാദിക്കുവാൻ മാത്രമല്ല, എന്നെയും നിന്നെയും ഓരോ സ്ഥലത്ത് അയച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവസഭയിൽ നിന്നെ നട്ടിരിക്കുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഒരു അത്തിപ്പഴമായി മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്നുവെങ്കിൽ നിന്നിൽ നിന്ന് ഫലം ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. അവ മറ്റൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നവളായിരിക്കാം, പ്രവചിക്കുന്നവളായിരിക്കാം, ഹല്ലേലൂയ നീ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീയമായ ഫലങ്ങളാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമുക്ക് ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി കാണുവാൻ തക്കവണ്ണം. ആ ഫലങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവൻ 3 ആണ്ട് നോക്കിയിട്ട് വീണ്ടും പറയുകയാണ്, സ്തോത്രം, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്റെ നിന്നെയും ഹല്ലേലൂയ സ്തോത്രം വെട്ടിക്കളയുവാൻ വാളുമായിട്ട് അല്ലെങ്കിൽ കോടാലിയുമായിട്ട് വരുമ്പോൾ ഹല്ലേലൂയ അരുത് എന്ന് പറയുന്ന ഒരു നല്ല മധ്യസ്ഥൻ നമുക്ക് വേണ്ടി ഉണ്ട് കേട്ടോ. സ്തോത്രം. ആ യേശു എനിക്ക് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് എന്നെ നിന്നെ സഹായിപ്പാൻ, വിടുവിപ്പാൻ അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുന്ന ഒരു യേശു ഉണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നീ ആയിരിക്കുന്ന ഈ മുന്തിരിത്തോട്ടത്തിൽ ദൈവസഭയിൽ നിന്നെ നട്ടിരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, നീ എപ്രകാരമായിരിക്കുന്നത് വളർന്ന് തടി വെക്കുന്നത് മാത്രമല്ല, അവൻ നോക്കുന്നത് മറ്റൊന്നുമല്ല, അവൻ ഫലമാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അത് നട്ട മുന്തിരിയ.
സ്തോത്രം. കാട്ടിൽ വെറുതെ വളർന്നു വന്ന അത്തിപ്പഴമല്ല, അത്തിയല്ല, നിന്നെ നട്ടിരിക്കുകയാണ്. സ്തോത്രം. വെള്ളം കൊടുത്ത് ഹല്ലേലൂയ നല്ല കൃഷിക്കാരനായി വേണ്ടതെല്ലാം ചെയ്ത് നിനക്ക് വേണ്ടതെല്ലാം തന്ന് നിനക്ക് വേണ്ടതായ ഉപദേശങ്ങൾ തന്ന് നിനക്ക് നല്ല വചനങ്ങൾ തന്ന് ഹല്ലേലൂയ നിന്നെ കാലാകാലങ്ങളിൽ വളർത്തിയെടുക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാ. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ വെറുതെ വളർന്ന് തലം വെച്ച് കേട്ട് ഹല്ലേലൂയ തൃപ്തിപ്പെടുവാനല്ല, അവന് ഫലം കായ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉപദേശങ്ങൾ തന്ന് ഹല്ലേലൂയ ദൈവികമായ സ്നേഹങ്ങൾ തന്ന് ഹല്ലേലൂയ ദൈവസഭയിൽ നിന്ന് ദൈവവചനങ്ങൾ കേട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുമ്പോട്ട് പോകുന്നു എങ്കിൽ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നല്ല ഫലങ്ങളാണ്. സ്തോത്രം. ഇനി വേറൊരു വിത്തിയെ നമുക്കറിയാം. വേറൊരു അത്തിയെ പറ്റി ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെ ഒന്ന് വായിച്ചാട്ടെ. പിറ്റേന്നാൾ അവർ ബെഥാനി വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ശിഷ്യന്മാർ കേട്ടു. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു അത്തിഫലത്തിന്റെ ഒരു കഥയാണിത്, അല്ലെ? അവൻ ബഥാനി വിട്ടു പോരുമ്പോൾ ദൂരത്ത് നിന്ന് ഒരു അത്തിവൃക്ഷം കണ്ടു. അവൻ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് അവൻ അടുത്ത് ചെന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, ഞാനൊരു ലഘുലേഖയിൽ വായിച്ചിട്ടുണ്ട്. ഒരു അച്ഛൻ, ഒരു കത്തോലിക്ക പുരോഹിതൻ, സ്തോത്രം, താന് വേറൊരു മതം സ്വീകരിച്ചു. താൻ പോയപ്പോൾ താൻ എഴുതി, ഹല്ലേലൂയ അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞിട്ടും യേശു ക്രിസ്തു എന്തിനാണ് അത്തിപ്പഴത്തെ ശപിച്ചത്? താൻ എങ്ങനെയാണ് രക്ഷകനാകുന്നത്? അതിന്റെ കാലമല്ലാഞ്ഞിട്ടും വെറുതെ പാവം അത്തിപ്പഴത്തെ ശപിച്ചു. അതുകൊണ്ട് എങ്ങനെയാണ് താൻ രക്ഷകനാകുന്നത് എന്ന് ഞാനൊരു ലഘുലേഖയിൽ വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇന്ന് രാത്രി സ്തോത്രം ഹല്ലേലൂയ യേശു ദൂരത്തു നിന്ന് കണ്ടപ്പോൾ ഹല്ലേലൂയ വട്ടയിലേക്കാളും വലിയ ഇലയുള്ള ദൂരത്തു നിന്ന് ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന അത്തിപ്പഴത്തെ കണ്ടു. എന്നാൽ അവൻ വല്ലതും കിട്ടുമോ എന്ന് ചോദിച്ച് നോക്കി അടുത്ത്. എന്താണ് ഈ വല്ലതും? നമുക്കറിയാം, നമ്മളെ ഗൃഹനാഥനൊക്കെ ഉച്ചയ്ക്ക് സ്തോത്രം ഊണിന്റെ സമയം കഴിഞ്ഞ് ഒരു 3 മണി 4 മണി ആയാൽ ചോദിക്കും, എന്താ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചോറ് ഊണൊക്കെ കഴിഞ്ഞു കാണും, കറികൾ കഴിഞ്ഞു കാണാം, എന്നാലും ചോദിക്കും വല്ലതും ഉണ്ടോ. അതിനർത്ഥം നിങ്ങളുടെ ഊണിന്റെ സമയമൊക്കെ കഴിഞ്ഞു, എന്നാലും വല്ലതും ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ഇവൻ കർത്താവ് യേശു ക്രിസ്തു അതിനകത്ത് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുക, വല്ലതും ഉണ്ടോ. സ്തോത്രം. താൻ വല്ലതും എന്താണ്? നമുക്ക് വായിക്കാം. മീഖാ പ്രവചനം 7:1 വായിച്ചാണ്. ഒരാള് യെശയ്യാ പ്രവചനം 28:4 വായിച്ചാണ്. മീഖ 7:1 യെശയ്യാവ് 28:4. എനിക്ക് അയ്യോ കഷ്ടം, പഴം പറിച്ച ശേഷം എന്നെ പോലെ മുന്തിരി പോലെ. അത് ക്ലിയർ അല്ല. വേറൊരാൾ വായിച്ചാട്ടെ. ക്ലിയർ അല്ല. വേറൊരാൾ വായിച്ചാട്ടെ. എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം, പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം അത്തിയുടെ തലപ്പഴവുമില്ല. ഒന്നുകൂടെ വായിച്ചാട്ടെ. ക്ലിയർ അല്ലായിരുന്നു. വേറൊരാൾ വായിച്ചാട്ടെ. നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എനിക്ക് അയ്യോ കഷ്ടം, പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാല പെറുക്കുന്നത് പോലെയും ഞാൻ ആയല്ലോ. തിന്മാൻ ഒരു മുന്തിരിക്കുലയും ഇല്ല, ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴവുമില്ല. താൻ പറയുകയാണ് ഹല്ലേലൂയ, എന്താണ്? അത്തിപ്പഴത്തിന് ഒരു തലപ്പഴവുമില്ല, കാലാപ്പഴവുമില്ല. സ്തോത്രം. യെശയ്യാവ് 28:4 വായിച്ചാട്ടെ. യെശയ്യാവാണോ വായിച്ചപ്പോ? ഫലവത്തായ താഴ്വരയിൽ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരം ഫലശേഖരക്കാലത്തിന് മുമ്പേ പഴുത്തതും കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുന്നതുമായ അത്തിപ്പഴം പോലെ ഇരിക്കും. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മൊത്തമുള്ളൊരു കിരീടവും ഭംഗിയുള്ളൊരു. അപ്പോൾ പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ തലപ്പഴമുണ്ട്, അതിന്റെ കാല പിറക്കിയ പോലെ കാലാപ്പഴവുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ എന്താണ്? ഹല്ലേലൂയ, ഞാൻ ഇച്ഛിക്കുന്നതായ ഒത്തിരി മനോഹരമായ ആ സീസണിലെ പഴത്തെക്കാളും വളരെ രുചികരമായ തലപ്പഴമുണ്ട്. സ്തോത്രം. എന്നാൽ അതിനുശേഷം കാലാപ്പഴവുമുണ്ട്. ഒരു അത്തിയെ സംബന്ധിച്ച് 12 മാസവും അതില് ഹല്ലേലൂയ സ്തോത്രം ഫലം കാണണം. എന്താണ്? ഒന്നെയും അതിന് തലപ്പഴം കാണണം, അല്ലെങ്കിൽ കാലാപ്പഴം കാണണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ചില്ല തല്ലിപ്പൊടിക്കരുത്. അത് വിധവകൾക്കും
സ്തോത്രം. അനാഥർക്കുമെന്ന് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. കാല ഹല്ലേലൂയ തല്ലിക്കളയരുത്. സ്തോത്രം. അപ്പോൾ കാലാപ്പഴം ഉണ്ട്, അല്ലെങ്കിൽ ഒരു തലപ്പഴമുണ്ട്. എന്നാൽ ഒരു കാലാപ്പഴം പോലും താൻ ദൂരത്ത് നിന്ന് വന്നപ്പോൾ കണ്ടില്ല. വല്ലതും നോക്കി ഒരു കാലാപ്പഴവും കാണാഞ്ഞിട്ടാണ് യേശു അത്തിയെ ശപിക്കുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. താൻ ദൂരത്ത് നിന്ന് വിചാരിച്ചു ഒരു കാലാപ്പഴമെങ്കിലും കാണും, അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു കാലാപ്പഴമെങ്കിലും കാണും. ഒരുപക്ഷെ സീസൺ അല്ല എങ്കിലും ഒരു കാലാപ്പഴമെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ഒരു കാലാപ്പഴം പോലും കാണാത്തപ്പോൾ യേശു ആ അത്തിയെ ശപിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ വലിയ ഹല്ലേലൂയ സ്തോത്രം എല്ലാം തികഞ്ഞവരായി ദൂരത്ത് നോക്കുമ്പോൾ വട്ടയില പോലെയുള്ള ഇലകളൊക്കെ കാണാം. എന്നാൽ യേശു ആഗ്രഹിക്കുന്ന അതല്ല, അടുത്ത് വരുമ്പോൾ നല്ല ഫലങ്ങൾ ആഗ്രഹിക്കും. സ്തോത്രം. നമ്മൾ പുഷ്ടിയുള്ളവരായി മറ്റുള്ളവർ നോക്കുമ്പോൾ ഹല്ലേലൂയ വളരെ നമുക്ക് ഒരുപക്ഷെ നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പാടുന്നവരായിരിക്കാം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിരിക്കാം, ദൈവസഭയ്ക്ക് പല പ്രയോജനങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ഒത്തിരി സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നല്ല ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ മനോഹരതയല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല ഫലങ്ങളാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ആ സ്ഥലത്തെ നിഷ്ഫലമാക്കാതെ നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയില് നീ ഒരു അനുഗ്രഹമായി മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പെട്ടെന്ന് ഫലങ്ങൾ കണ്ടെന്ന് വരത്തില്ല, പെട്ടെന്ന് അതിന്റെ പ്രവൃത്തി ഫലത്തിലേക്ക് ചെന്നെന്ന് വരത്തില്ല. എന്നാൽ നീ കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവം വലിയവ ചെയ്യുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിനക്ക് വേണ്ടി ഹല്ലേലൂയ ദൂരത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എല്ലാം തികഞ്ഞവരായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് നോക്കുന്നത് ഫലങ്ങളാണ്. സ്തോത്രം. ആത്മാവിന്റെ ഫലങ്ങളാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കുന്ന ദൈവവചനങ്ങളെ ഹല്ലേലൂയ, നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം, നിങ്ങൾ പഠിക്കുന്ന ദൈവവചനം ഹല്ലേലൂയ നിങ്ങൾക്കൊരു അനുഗ്രഹമായി അനേകർക്ക് ആശ്വാസമായി തീരുന്നുവെങ്കിൽ അതൊരു വിടുതലായി തീരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ കേൾക്കുന്ന ദൈവവചനം, നമ്മൾ ശ്രമിക്കുന്ന ദൈവവചനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരും. അതുകൊണ്ടാണ് ശലോമോൻ, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞാലും അത് ലഭിക്കും. സ്തോത്രം. നമ്മൾ വിതയ്ക്കുന്നത്, നമ്മൾ ഹല്ലേലൂയ കൊടുക്കുന്നത് ഏറിയ നാൾ കഴിഞ്ഞാലും അത് തിരികെ വരും. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ദൈവവചനം പഠിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുവെങ്കിൽ അത് വൃഥാവല്ല. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകൾക്ക് അത് അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അനേക ദൈവഭക്തന്മാർ അനേക കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഒക്കെ ദൈവവചനത്തിന് വേണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ. നമുക്കറിയാം, ചൈനയിൽ ദൈവവചനവുമായി സുവിശേഷവുമായി കടന്നുപോയ ഹഡ്സൺ ടൈലർ അനേക വർഷങ്ങൾ താൻ അവിടെ ശുശ്രൂഷിച്ചു, യാതൊരു ഫലവും കണ്ടില്ല. അനേക ദീർഘവർഷങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എന്നാൽ തനിക്ക് ആദ്യം ഒന്നും ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ഒന്നും തന്നെ ലഭിക്കാനിടയായി തീർന്നില്ല. എന്നാൽ സ്തോത്രം തന്റെ ഒരു വേർഡുണ്ട്. താൻ ഫലം കാണാതിരുന്നപ്പോൾ പറഞ്ഞു, ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ, ഇറ്റ് വിൽ നെവർ ലാക്ക് ഓഫ് ഗോഡ്സ് വിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ദൈവവചനത്തിന് സ്തോത്രം എത്ര താമസിച്ചാലും അവൻ അതിന്റെ പ്രവൃത്തി അറിയിക്കുക തന്നെ ചെയ്യും. അവൻ അതിന്റെ പ്രവൃത്തി അറിയിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നീ പ്രവർത്തിച്ചതിലൊന്നും അധികം ഫലം പെട്ടെന്ന് ലഭിച്ചില്ലെങ്കിലും ഹല്ലേലൂയ അതിന്റെ പ്രവൃത്തി ഫലത്തില് ഹല്ലേലൂയ സുവിശേഷം എത്തിപ്പാൻ നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്താൽ ദൈവം അവിടെ പ്രവർത്തിപ്പാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഫ്രിക്കയിൽ ഹല്ലേലൂയ ദൈവവചനവുമായ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഉണ്ട്. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുവാൻ ഹല്ലേലൂയ ദൈവം ആ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ അനേക ദീർഘവർഷങ്ങൾ അനേക ഉപദ്രവങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഒക്കെ നയിച്ചുവെങ്കിലും കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. അത് അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നമ്മൾ ഹല്ലേലൂയ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ചെയ്താൽ ദൈവം മാനിപ്പാനിടയായി തീരും. ഹല്ലേലൂയ നിങ്ങളായിരിക്കുന്ന സഭയില് ഹല്ലേലൂയ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ ദൈവസഭയിൽ നട്ടിരിക്കുന്നത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രാത്രി ഞാൻ പറയാം, ഏത് സഭയിലാണ് ഇതെല്ലാവരും ചിലർ വിചാരിക്കും ഇത് പാസ്റ്റർമാരുടെ പണിയാണ്, അല്ലെ ഞങ്ങൾക്ക് ഇതിനകത്ത് കാര്യമില്ല, എനിക്ക് കിട്ടേണ്ടതായ സ്ഥാനങ്ങളില്ലെന്ന് പറയാം. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നീ ദൈവത്തിന് വേണ്ടി സ്തോത്രം നീ നിന്നാൽ ദൈവം നിന്നെ മാനിപ്പാനിടയായി തീരും. നീ കർത്താവിന് വേണ്ടി ചെയ്താൽ കർത്താവ് നിന്നെ ഉയർത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസനയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ ആരും നിന്നെ കരുതിയില്ലെങ്കിലും നിനക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ദൈവവചനം പ്രസംഗിപ്പാൻ അറിയില്ലെന്ന് പറഞ്ഞാലും നിന്നെ മാനിപ്പാൻ നിന്നെ
ഉയർത്തുവാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. നിനക്കിൽ നിന്ന് നല്ല ഫലങ്ങളാണ് അവൻ ആഗ്രഹിക്കുന്നത്, നല്ല ഫലങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാണ്ടും കൂടെ നിൽക്കട്ടെ. സ്വതന്ത്ര നല്ല കൃഷിക്കാരൻ അവൻ പറയാണ്, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ. ഇന്ന് എന്നെയും നിന്റെയും ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നല്ല മധ്യസ്ഥത അണയ്ക്കുന്ന ആ നല്ല മഹാപുരോഹിതൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ സ്തോത്രം നിനക്ക് ഹല്ലേലൂയ സ്തോത്രം ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനമെടുത്താട്ട്. സ്തോത്രം അവൻ ആ തിരഞ്ഞു വരുമ്പോൾ അവൻ തിരയുന്നത് ഈ രണ്ട് കഥയിലും അത്തിപ്പഴത്തിൽ നിന്ന് മറ്റൊന്നുമല്ല തിരിഞ്ഞത്. സ്തോത്രം. കൃഷിക്കാരൻ തിരഞ്ഞത് എന്താണ്? ഈ ഫലങ്ങളാണ് തിരഞ്ഞത്. സ്തോത്രം. മറ്റൊന്നുമല്ല തിരഞ്ഞത്. അതിന്റെ പൊക്കമോ വണ്ണമോ അതിന്റെ നീളമോ ഒന്നുമല്ല തിരഞ്ഞത്. അവൻ തിരയുന്നത് ഫലമാണ് തിരയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഥാനിയിലും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അത് തന്നെയാണ് സംഭവിച്ചത്. ദൂരത്ത് നിന്ന് വന്നപ്പോൾ അവൻ ഫലമാണ് തിരഞ്ഞത്. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്നിൽ നിന്ന് ഹല്ലേലൂയ നല്ല ഫലം തരിക്കും. നിന്നെ നട്ട് ഇത്രത്തോളം നിനക്ക് വേണ്ടതെല്ലാം തന്ന്, ദേശത്ത് നല്ല വചനങ്ങൾ തന്ന്, ഉപദേശങ്ങൾ തന്ന്, ഹല്ലേലൂയ പ്രാർത്ഥനാ സഹായികളെ തന്ന് ദൈവം നിന്നെ നട്ടിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നീ ആയിരിക്കുന്നിടത്ത് നിന്നിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. നീ കർത്താവിന് വേണ്ടി ചെയ്താൽ ദൈവം നിന്നെ മാനിപ്പാനിടയായി തീരും. നിന്നിൽ നിന്ന് വലുത് ചെയ്യുവാൻ ദൈവം തന്നെ സഹായിക്കും. ഒരു കാലത്തും ഒരു സുവിശേഷകനായിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ആളായിരുന്നു ഞാൻ. എന്നാൽ എന്റെ മാതാവ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നാ മാതാവിന്റെ പ്രാർത്ഥന, ഹല്ലേലൂയ, മാതാവ് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഇന്ന് ഒരു സുവിശേഷകനായിരിക്കാൻ, ഒരു സഭയുടെ പാസ്റ്ററായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരിക്കലും ഒരു പാസ്റ്റർ എന്ന് വിളിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടെങ്കിൽ നിന്നെ മാറ്റിയെടുക്കുവാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, അതുകൊണ്ടാണ് ഞാൻ പാടിയത്, കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥന ഒരിക്കലും അന്യം വിട്ടു പോകത്തില്ല. നീ യഥാർത്ഥമായി ദൈവത്തോട് നിന്നാൽ, ദൈവസനയിൽ യഥാർത്ഥമായി നിന്നാൽ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിന്റെ തലമുറകളെ സഹായിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ട് നിന്നിൽ നിന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളെ ഉത്ബോധിപ്പിക്കുവാനുള്ളത്, ആത്മാവിൽ പ്രബോധിപ്പിക്കുവാനുള്ളത്, സ്തോത്രം, നിങ്ങളിൽ നിന്ന് നല്ല ഫലം ചേർക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ഈ വചനമല്ല പറയുവാൻ ആഗ്രഹിച്ചത്, എന്നാൽ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ വചനം സംസാരിപ്പാൻ എന്നെ ദൈവം പ്രേരിപ്പിച്ചത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിന്നിലും എന്നിലും നിന്ന് സ്തോത്രം കർത്താവ് ആഗ്രഹിക്കുന്നത് നല്ല ഫലങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്. ഈ കാലങ്ങൾ ഇതുവരെയും കർത്താവിന് കൊള്ളാവുന്ന പാത്രങ്ങളായി കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനമെടുക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി, നന്മ ചെയ്യുന്നവരായി, ഹല്ലേലൂയ, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരായി, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്ത് കടന്നു വന്നപ്പോൾ ദൈവത്തെ എന്നാലാവോളം ഞാൻ മറ്റൊരു സഭയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഹല്ലേലൂയ ഒരു സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ ദേശത്ത് അനേക ദൈവമക്കളെ ദൈവം ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്ക് അത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ മഹാദയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെയും എന്നെയും വെട്ടിക്കളയാതെ ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറയുന്ന ആ നല്ല കൃഷിക്കാരൻ, ഹല്ലേലൂയ, കൃഷിയുടെ ഉടവൻ പറയാ, അതിനെ വെട്ടിക്കളയ, എന്തിനാ സ്ഥലത്തെ നിർഫലമാക്കുന്നത്? സ്തോത്രം. എന്നാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു യേശുവുണ്ട്. ഇന്ന് രാത്രി നമ്മൾ തളർന്നു പോകാതെ, നമ്മൾ വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു കാണും. നിന്നിൽ നിന്ന് പലപ്പോഴും അവൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ കൊടുക്കുവാൻ എന്നെയോ നിന്നെയോ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ സ്തോത്രം, തന്റെ ദീർഘമായ ആ സ്നേഹവും കരുണയുമാണ് ഇന്ന് രാത്രി ഞാനും നീയുമായിരിക്കുന്നത്. നമുക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതനുണ്ട്. അതോർത്ത് ദൈവത്തിന് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൂരത്ത് നിന്ന് വന്നപ്പോൾ
വല്ലതും കിട്ടുമോ എന്ന് വിചാരിച്ചു. എന്നാൽ ഹല്ലേലൂയ, ഒരു കാലാപ്പഴം പോലും കൊടുക്കുവാൻ ആ അത്തിക്ക് സാധിച്ചില്ല. ഒരു കാലാപ്പഴം പോലും കൊടുക്കുവാൻ സാധിച്ചില്ല. അപ്പോഴാണ് യേശു അതിനെ ശപിപ്പാൻ ഇടയായി തീർന്നത്. ഇന്ന് രാത്രി നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ വലിയ വലിയ ഇലകളോ വലിയ പ്രൗഢിയോ ഒന്നുമല്ല ദൈവത്തിന് ഇഷ്ടം. ദൈവത്തിന് ആഗ്രഹം, അവൻ തിരക്കുന്നത് ഫലങ്ങളാണ്. രാത്രി ദൈവകരങ്ങളിലേക്ക് നേൽപ്പിച്ചു. ഇതുവരെയും കർത്താവിന് വേണ്ടി വേണ്ട വിധത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, ആത്മാവിന്റെ ഫലങ്ങൾ, അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന സഭയിൽ നിന്നെ നട്ടിരിക്കുന്നത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് എവിടെ ആയിരുന്നാലും, അല്ലെങ്കിൽ ഏത് സഭയിലായിരുന്നാലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിൽ ഹല്ലേലൂയ നിന്നെ നട്ടിരിക്കുന്നത് ദൈവത്തിനൊരു ഉദ്ദേശമുള്ളതുകൊണ്ട് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു തീരുമാനമെടുത്താട്ട് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നല്ല ഫലങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ. ഗലാത്യർ 5:22-23 ഞാൻ സമയത്തിന്റെ കുറവുകൊണ്ട് വായിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി ആ ഫലങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനാ ഞാൻ നീയും ആഗ്രഹിക്കുന്നത്. ഓ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി സ്തോത്രം. ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ സ്ഥലത്തെ നിർഫലമാക്കി, നമ്മൾ ദൈവസഭയിലൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രയോജനമില്ലാത്തവരായി തീർന്നാലും ഹല്ലേലൂയ നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് അവന്റെ കരുണയും അവന്റെ വിശ്വസ്തതയുമാണ്. ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനമെടുത്താട്ട്, ഞാനൊരു വലിയ മെസ്സേജ് അല്ല പറഞ്ഞു, എന്നാൽ ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനമെടുത്താട്ട്, ഹല്ലേലൂയ എന്നെ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കുന്നു. ആ നല്ല കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്ന സഭയ്ക്കായി, ദൈവദാസനായി സ്തോത്രം. ഹല്ലേലൂയ, അവിടെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവം എന്നെ സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തനായ ദൈവമാ, ദൈവം നമ്മെ നടത്തുവാൻ ദൈവമാ ശക്തനായ ദൈവമാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വളരെ പ്രാധാന്യമുള്ളവരായി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ദൈവദാസന്മാരൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത ദൈവവചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് നമുക്ക് നമ്മുടെ തലമുറകൾക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് നമുക്ക് വേണ്ടി ഹല്ലേലൂയ പക്ഷപാതം ചെയ്യുന്ന, നിന്നെ വീണ്ടും നിലനിർത്തുന്ന, അതിനെ വെട്ടിക്കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിനെ വെട്ടിക്കളയാതെ വീണ്ടും നിന്നെ നിലനിർത്തുന്ന ഒരു നല്ല കൃഷിക്കാരൻ, ഒരു നല്ല ഹല്ലേലൂയ മധ്യസ്ഥൻ എനിക്കും നിനക്കും ഉണ്ട്. അത് ഒരാണ്ടും കൂടെ നിൽക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, കാലഘട്ടം എന്നും നിൽക്കട്ടെ എന്നല്ല പറഞ്ഞു, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. അതിന് കാലപരിധിയുണ്ട്. ഒരുപക്ഷെ നമ്മളെ എത്രത്തോളം കർത്താവ് നിലനിർത്തുന്നു എന്നറിയില്ല. ഇന്ന് രാത്രി ആ ഫലം കൊടുക്കുവാൻ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഓ പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. അല്പനാളി ഭൂമിയിലൻ ജീവിതത്തിൽ അല്പമല്ല ശോധനകൾ നേരിടുമ്പോൾ, അല്പനാളി ഭൂമിയിലൻ ജീവിതത്തിൽ അല്പമല്ല ശോധനകൾ നേരിടുമ്പോൾ, അല്പവും തളരുകില്ല, ഭീതിയില്ല. ചെൽപുരുഷൻ മാറ്റുമെല്ലാം നന്മയ്ക്കായി, അല്പവും തളരുകില്ല, ഭീതിയില്ല. ചെൽപുരുഷൻ മാറ്റുമെല്ലാം നന്മയ്ക്കായി, കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. ഉള്ളുരുകി കരയുമ്പോൾ തൻ ചാരയുണ്ട്. ഓ കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. ഉള്ളുരുകി കരയുമ്പോൾ തൻ ചാരയുണ്ട്. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നീടിലും ഞാൻ മറക്ക എന്നുരച്ച കർത്താവുണ്ട്. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നീടിലും ഞാൻ മറക്ക എന്നുരച്ച കർത്താവുണ്ട്. കർത്തുനാമത്തിൽ സഹിക്കും കഷ്ടതകൾ കർത്തനു പ്രസാദമുള്ളതെന്നറിഞ്ഞു. കർത്തുനാമത്തിൽ സഹിക്കും കഷ്ടതകൾ കർത്തനു പ്രസാദമുള്ളതെന്നറിഞ്ഞു. സ്തോത്രഗീതം പാടി നിത്യം പാർത്തിടും ഞാൻ.
കർത്തുപാദ സേവ ചെയ്തി പാരിടത്തിൽ സ്തോത്രഗീതം പാടി നിത്യം പാട്ടിടും ഞാൻ. കർത്തുപാദ സേവ ചെയ്തി പാരിടത്തിൽ ഓ കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. ഉള്ളുരുകി കരയുമ്പോൾ തൻ ചാരയുണ്ട്. കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. ഉള്ളുരുകി കരയുമ്പോൾ തൻ ചാരയുണ്ട്. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നീടിലും ഞാൻ മറക്ക എന്നുരച്ച കർത്താവുണ്ട്. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നീടിലും ഞാൻ മറക്ക എന്നുരച്ച കർത്താവുണ്ട്. ഉറ്റവരൊറ്റിക്കൊടുത്താൽ ഖേദമില്ല. ഉറ്റു സ്നേഹിക്കുന്ന നാഥൻ കൂടെയുണ്ട്. ഓ ഉറ്റവരൊറ്റിക്കൊടുത്താൽ ഖേദമില്ല. ഉറ്റു സ്നേഹിക്കുന്ന നാഥൻ കൂടെയുണ്ട്. മാറ്റമില്ല തന്റെ സ്നേഹം നിസ്തുല്യമേ. മറ്റു സ്നേഹം മാറിപ്പോകും മർത്യ സ്നേഹം. മാറ്റമില്ല തന്റെ സ്നേഹം നിസ്തുല്യമേ. മറ്റു സ്നേഹം മാറിപ്പോകും മർത്യ സ്നേഹം. കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. ഉള്ളുരുകി കരയുമ്പോൾ തൻ ചാരയുണ്ട്. ഓ കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. ഉള്ളുരുകി കരയുമ്പോൾ തൻ ചാരയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും പ്രയാസപ്പെടാതാണെങ്കിൽ, ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കാത്തൊരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാൽ ഞാൻ മറക്ക എന്ന് പറഞ്ഞ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഉറ്റവരൊറ്റി കൊടുത്താൽ ഖേദമില്ല. ഉറ്റു സ്നേഹിക്കുന്ന നാഥൻ കൂടെയുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതുകൊണ്ട് ഈ കർത്താവിനെ പിൻപറ്റുവാൻ, ഈ യേശുവിനെ പിൻപറ്റുവാൻ ജീവിതത്തിൽ ലഭിച്ചത് ഏറ്റവും സൗഭാഗ്യകരമായ കാര്യം, ഏറ്റവും സൗഭാഗ്യകരമായ സ്ഥാനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ലോകത്തിലൊന്നും അയാൾ കിട്ടാത്ത സ്ഥാനമാണ് ഒരു സുവിശേഷകൻ, ഒരു ദൈവദാസൻ എന്നുള്ള രീതിയിൽ ലഭിക്കുന്നത്. വളരെ വലിയ ബഹുമതിയാണ്. ഇന്ന് രാത്രി അതിന് യോഗ്യതയില്ലാതെ, സ്തോത്രം, കഴുത യേശുവിനെ ചുമന്നപ്പം അല്ലെങ്കിൽ യെരുശലേമിൽ നേർവഴി കൂടെ പട്ടുമെത്തയൊക്കെ കൊടുത്തല്ലേ, അല്ലെങ്കിൽ ചുമ്മാതെ കഴുത എന്നാൽ എല്ലാവരും തല്ലി ഓടിക്കും. എന്നാൽ സ്തോത്രം, യേശു പുറത്തിരുന്നത് കൊണ്ട്, യേശു തന്റെ മോറിൽ ഇരുന്നുകൊണ്ട് അതൊരു ബഹുമാനമായി തീരുമാനം പറഞ്ഞു. എനിക്കും അത് പറയാനുണ്ട്. ഈ യേശുവിനെ ചുമക്കുവാൻ, ഈ ദൈവവചനം ഊന്നുവാൻ ഇടയായതുകൊണ്ട് അനേക ബഹുമന്യതകള്, അല്ലെങ്കിൽ അനേക റെസ്പെക്റ്റുകള്, അനേക സാധ്യതയില്ലാത്ത സ്ഥാനത്തൊക്കെ ദൈവം ഉയർത്തുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇന്ന് രാത്രി ദൈവവചനങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്. ഇതുവരെയും എനിക്ക് വേണ്ടതുപോലെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു വലിയ ദീർഘമായ പ്രസംഗമല്ല ചെയ്തത്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു പുതിയ തീരുമാനത്തോടെ വേണം ഈ സൂമിൽ നിന്ന് ഇറങ്ങുവാൻ. ഒരു പുതിയ തീരുമാനം. ഇതുവരെയും കർത്താവിന് വേണ്ടി വേണ്ട പോലെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനം എടുത്താട്ട്. ഹല്ലേലൂയ. എന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത്, എന്നെ നട്ടിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നല്ല ഫലം നോക്കുവാൻ, കർത്താവ് എന്നെ നോക്കുമ്പോൾ നല്ല ഫലമുള്ളതായി, ഇലകൾ മാത്രമല്ല നല്ല ഫലമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. അവസാനമായി പ്രിയ സന്തോഷ് തങ്കച്ചൻ പ്രാർത്ഥിച്ചാട്ട്. പാസ്റ്റർ സന്തോഷ് തങ്കച്ചൻ ദോഹയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, താൻ പ്രാർത്ഥിച്ചാട്ട്. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ. ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാപ്പൽ സർവീസ് കൂടെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് രാത്രി കാലത്തെ ശുശ്രൂഷകൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന അങ്ങയുടെ കൃപകൾക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ നിമിഷം വരെയും അങ്ങയുടെ ചിറകിൻ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ച വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനി ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ നല്ല സാക്ഷ്യങ്ങൾക്കായും നന്ദി പറയുന്ന കർത്താവെ, അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം, ഒരു പുതിയ പാത തുറക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തതിന് നന്ദി. പ്രത്യേകമായിട്ട് കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും അപ്പന്റെ കരം പ്രവർത്തിച്ച കൃപകൾക്കായും സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഉപരിയായി കർത്താവെ, ഇന്ന് രാത്രികാലം അങ്ങയുടെ ദാസനിലൂടെ, പ്രിയാഭിഷേകത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ ജീവന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഫലമുള്ള അത്തികളായി തീരുവാൻ, കർത്താവെ, ഞങ്ങളിൽ നിന്ന് അങ്ങേക്ക്
ഫലം ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പണിതെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുള്ള കുറവുകളെ വെളിപ്പെടുത്തി, ഞങ്ങളിൽ നിലനിൽക്കുന്ന പാപങ്ങളെ വെളിപ്പെടുത്തി, ഞങ്ങളെ അങ്ങയുടെ രക്തത്താൽ ശുദ്ധീകരിച്ച് അങ്ങേക്ക് പ്രയോജനമുള്ള അത്തികളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ, അത് ഞങ്ങളെ കർത്താവെ രൂപാന്തരപ്പെടുത്തുവാൻ, അത് ഞങ്ങളെ പണിതെടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസനെ ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഉപയോഗിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഞങ്ങൾക്ക് ഒരുക്കി തന്ന അഗാപ്പെ ബൈബിൾ സ്കൂളിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരം ആ സ്കൂളിനെ അനുഗ്രഹിക്കണമേ. ഇത് വർദ്ധിക്കട്ടെ കർത്താവെ. ഇത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്, വിടുതലിന്, അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. വരും ദിവസങ്ങളിൽ അനേകരിൽ ജോയിൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ കർത്താവെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളെ പഠിപ്പിക്കുന്ന 5 അധ്യാപകർക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെയൊക്കെ അവിടുന്ന് ശക്തമായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇതിന്റെ കർത്താവെ എല്ലാം മീതയായിരിക്കുന്ന അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞ് കർത്താവെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ പ്രിയ ഷാജി പാസ്റ്ററിനായും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ മകന് കൊടുത്ത ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്ത കൃപകൾക്കായി സ്തോത്രം. ഈ രാത്രി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെട്ട സംസാരിച്ച കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവം ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഈ ഡിവൈസിലൂടെ ആരെങ്കിലും പ്രത്യേക വിഷയങ്ങളിൽ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഈ വചനം അയച്ച് അവരെ സൗഖ്യമാക്കട്ടെ. സ്വസ്ഥത അനുഭവിപ്പാൻ, ദൈവിക സൗഖ്യം അനുഭവിപ്പാൻ, സമാധാനം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും, പ്രത്യേകം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, അതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും, ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ജയന്ത് എന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സഹായിച്ചാൽ നാളെ വൈകിട്ട് പാസ്റ്റർ ജോർജ് വർഗീസ് ക്ലാസ് എടുക്കുന്നതാണ്. 9 മണിക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ശനിയാഴ്ച വൈകിട്ട് 9 മണിക്ക് ക്ലാസ് ആയിരിക്കും. വളരെ അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ VP ഫിലിപ്പ്, താനിപ്പോൾ ബഹ്റിൻ IPC സഭയുടെ ദൈവദാസനാണ്. നമ്മുടെ കഴിഞ്ഞ ഗിൽഗാൽ ബൈബിൾ കോളേജിൽ പല വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. താന് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ആൻഡ് സ്റ്റുവാർഡ്ഷിപ്പ്, ക്രിസ്തീയ നേതൃത്വവും കാര്യവിചാരകത്വവും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഒരു ദിവസത്തെ ക്ലാസ് എടുക്കുന്നതാണ് പാസ്റ്റർ VP ഫിലിപ്പ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നും കർത്താവ് വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കാം. നന്ദി എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.